ഇന്നത്തെ കഥ പറയാൻ ഞാൻ വളരെ സന്തോഷത്തിലാണ്. അതെന്താന്ന് ഈ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകും. കുറച്ച് ദിവസം മുന്നേ ചാനലിൽ വന്നൊരു കമന്റ് ഞാൻ കണ്ടിരുന്നു, ഒരു ഫീൽ ഗുഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെയാണ് അതുപോലെ മറ്റൊരു കമന്റ് കൂടെ കാണുന്നത്. എപ്പോഴും ഇതുപോലെ വെട്ടും കുത്തുമൊക്കെയുള്ള സിനിമകൾ മാത്രം മതിയോ, നല്ലൊരു ഫീൽ ഗുഡ് സിനിമ കൂടെ ചെയ്യണ്ടേ എന്ന്. അതുകൂടെ കണ്ടപ്പോൾ എന്തായാലും ഒരു ഫീൽ ഗുഡ് സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഫീൽ ഗുഡ് സിനിമ എന്നതിലപ്പുറം ഈ ഒരു സിനിമ ഒരു റിയൽ സ്റ്റോറിയാണ്. നമ്മൾ പണ്ട് ട്രൂ സ്റ്റോറി, റിയൽ സ്റ്റോറി ബേസ്ഡ് മൂവീസ് എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതങ്ങ് മറന്നു തുടങ്ങിയ പോലെ എനിക്ക് തോന്നി. എന്നാൽ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള സിനിമകൾ വീണ്ടും കൊണ്ടുവരാനാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ സിനിമയുടെ വൺ ലൈൻ ഞാൻ പറയാനായി ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ കാണുമ്പോഴായിരിക്കും ഈ സിനിമയുടെ രസം നമ്മുടെ ഉള്ളിലേക്ക് കുറച്ചുകൂടെ എത്താനായി പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് 2018 റിലീസ് ചെയ്ത ഗ്രീൻ ബുക്ക് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ 1962 ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു ബാറാണ് കാണിക്കുന്നത്. ആ ബാറിൽ ഇന്ന് വലിയ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗസ്റ്റുകളെല്ലാം വരുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ദിവസം. ഈ സമയമാണ് ഒരപ്പാപ്പൻ അങ്ങോട്ട് വന്ന് അവിടെ ജോലി ചെയ്യുന്ന പെണ്ണിനോട്, എൻ്റെ കോട്ടും എൻ്റെ തൊപ്പിയും നീ സേഫാക്കി വെക്കണമെന്ന് പറയാം. എൻ്റെ തൊപ്പി എനിക്ക് എൻ്റെ അമ്മ തന്നതാണ്, അതുകൊണ്ട് നിന്റെ കൃഷ്ണമണി പോലെ നീ ഇത് സൂക്ഷിക്കണമെന്ന് അങ്ങേര് ഒന്നുകൂടെ പറയുന്നുണ്ട്. എന്നാൽ അങ്ങേര് പോയി കഴിയുമ്പോൾ തന്നെ ആ ബാറിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ചുവന്ന കോട്ടുകാരൻ അവളുടെ അടുത്തേക്ക് ചെല്ലും. അങ്ങേരാണ് നമ്മുടെ ഹീറോ. പേര് ടോണി ലിപ്പ്. മറ്റൊരു പേര് കൂടിയുണ്ട്, ടോണി വെല്ലലോങ്ക. നമ്മൾ ടോണി എന്നുള്ള പേര് മാത്രം ആലോചിച്ചാൽ മതി. അങ്ങേര് കുറച്ചധികം കാശ് ആ പെണ്ണിന്റെ കയ്യിലേക്ക് കൊടുത്ത് ആ തൊപ്പി തരാനായി പറയും. അവളാണെങ്കിൽ വേറെ ഒന്നും നോക്കാതെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാനായി പറഞ്ഞിരുന്ന തൊപ്പി എടുത്ത് കൊടുക്കുകയും ചെയ്യും. ഈ സമയമാണ് ബാറിനകത്ത് രണ്ടുപേര് പൊരിഞ്ഞടി തുടങ്ങുന്നത്. ബാറിന്റെ മുതലാളി ടോണി ലിപ്പ് എന്ന് വിളിക്കുമ്പോഴേക്ക് നമ്മുടെ ഹീറോ അങ്ങോട്ട് ഓടിച്ചെന്ന് ആ അടി ഉണ്ടാക്കുന്നവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇടിച്ചു തൂക്കും. സംഗതി ഹീറോക്ക് ബാറിൽ ഇതൊക്കെ തന്നെയാണ് ജോലി. ആളുകളെ സ്വീകരിക്കുക, ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യുക. പക്ഷെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന 2 മാസത്തേക്ക് ബാർ അടയ്ക്കാനായി പോവുകയാണ്. ഇവിടെ കുറച്ച് അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്യാനുണ്ട്. അതുകൊണ്ട് 2 മാസത്തേക്ക് എന്തായാലും ജോലി കണ്ടുപിടിക്കണം. അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാറിന്റെ അകത്ത് ആ അപ്പാപ്പൻ തന്റെ തൊപ്പി കാണാതായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ ഈ പെണ്ണിന്റെ കൈ കൊടുത്താണ്, ഞാൻ അവളോട് പറഞ്ഞാണ് സൂക്ഷിച്ചു വെക്കാൻ. ഈ സമയം പുറത്ത് ബാറിൽ തന്നെ ജോലി ചെയ്യുന്ന ഹീറോയുടെ കൂട്ടുകാർ വന്ന് ചോദിക്കുന്നുണ്ട്, നീ അവനെ കൊല്ലൂന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്, എന്തായാലും ഭാഗ്യം അവൻ ജീവിച്ചു കിട്ടിയല്ലോ. എന്നാൽ അതിന് ഹീറോ പറയാ, അവൻ ചാവേണ്ടവനാണെങ്കിൽ ചാവട്ടെ, ആവശ്യമില്ലാതെ ഇതുമാതിരി ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നവര് എന്തേലും ആവട്ടെ, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സംസാരമെല്ലാം കഴിഞ്ഞ് ഹീറോ നേരെ ആ അപ്പാപ്പന്റെ അടുത്തേക്കാണ് ചെല്ലുക. കയ്യിൽ നേരത്തെ എടുത്തു വെച്ചിരുന്ന അങ്ങേരുടെ തൊപ്പിയില്ലായിരുന്നോ, അത് അങ്ങേരുടെ ടേബിളിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കും. അങ്ങേര് അത്ഭുതത്തിൽ നമ്മുടെ ആൾ നോക്കി നിൽക്കുന്ന നേരം ഹീറോ പറയും, നിങ്ങൾ കാണാതായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെറിയൊരു അന്വേഷണം നടത്തി, അങ്ങനെ ഞാൻ പോയി കൊണ്ടുവന്നതാണ്. അതെങ്ങനെ എടുത്തു അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അതിന് കുറച്ച് കാശ് കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്ന നേരം എനിക്കൊന്നും വേണ്ട, ഞാൻ ഇതൊന്നും ഉദ്ദേശിച്ചല്ല ഇത് ചെയ്തെന്ന് പറയും. എന്നാൽ കുറച്ച് കാശ് അങ്ങനെ കൈ പിടിപ്പിക്കും. കൂടെ തന്നെ പറയും, നീ എന്നെ സാറെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, നീ എൻ്റെ കൂട്ടുകാരനാണ്, നീ എന്നെ ജിയോ എന്ന് വിളിച്ചാൽ മതി. ഏകദേശം ഹീറോയുടെ സ്വഭാവമൊക്കെ മനസ്സിലായില്ലേ. എന്തായാലും ജോലിയെല്ലാം കഴിഞ്ഞാൽ കാറിൽ നേരെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അകത്ത് കയറി പാലെല്ലാം കുടിച്ച് കിടക്കാനായി ചെല്ലുന്ന നേരം 2 കുട്ടികളൊക്കെ കിടന്നുറങ്ങുന്ന കാണാം. ഹീറോക്ക് 2 കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ നേരെ ഭാര്യയുടെ അടുത്ത് ചെന്ന് കിടന്നുറങ്ങുന്ന ഹീറോ കുറേ സമയം കഴിഞ്ഞാണ് എഴുന്നേൽക്കുന്നത്. അങ്ങനെ നടുവിലകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഭാര്യയുടെ അച്ഛനും അളിയനും കൂടെ ഒരു പടയാളുകളും അവിടെ വന്നിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എന്താ എൻ്റെ വീട്ടിൽ നിന്ന് ചോദിക്കുന്ന നേരം അളിയൻ പറയും, എൻ്റെ പെങ്ങൾക്ക് കൂട്ടിരിക്കാനായി വന്നാന്ന്. കൂടെ തന്നെ അച്ഛനും പറയും, 2 കറുത്ത വർഗ്ഗക്കാരെ വീട്ടിൽ ജോലിക്ക് വിളിച്ച് നീ അവിടെ പോയി കിടന്നുറങ്ങാണോ, എൻ്റെ മോളുടെ കാര്യം നീ ഒന്നും നോക്കുന്നില്ലേ? സംഗതി എന്താന്ന് വെച്ചാൽ ഹീറോയുടെ വീട്ടിൽ അടുക്കളയിൽ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട്. എന്നാൽ അതിന് ജോലിക്ക് വിളിച്ചപ്പോൾ വന്നിരിക്കുന്ന ആളുകൾ 2 കറുത്ത വർഗ്ഗക്കാരാണ്. എന്നാ അറിയാലോ, ഇത് കാലഘട്ടം 1962 കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കറുത്ത വർഗ്ഗക്കാർക്ക് അമേരിക്കയിലെ വെളുത്ത വർഗ്ഗക്കാര് വലിയ വില കൊടുക്കില്ല. അതായത് വർണ്ണവിവേചനം, റേസിസം വാണിരുന്നൊരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. അതുകൊണ്ട് അവര് ഭാര്യയെ എന്തേലും ചെയ്തു കളയുമോ എന്നുള്ള പേടി കൊണ്ടാണ് അവരെല്ലാവരും കൂടെ പടയിട്ടിങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഹീറോ പറയും, 2 പേരെ ഞാൻ ജോലിക്ക് വിളിച്ചിരുന്നു, എന്നാൽ അവര് കറുത്ത വർഗ്ഗക്കാരാണെന്ന് എനിക്കറിയോ. ശരിക്കും സിനിമയിൽ കറുത്ത വർഗ്ഗക്കാരെന്നല്ല അവര് പറയുന്നത്, കുറച്ചുകൂടെ കളിയാക്കി പറയുന്ന പേരാണ്. പക്ഷേ ഹീറോയുടെ ഭാര്യയാണെങ്കിൽ അവരോട് നല്ല പോലെയാണ് പെരുമാറുന്നത്, നല്ല രീതിയിലാണ് പെരുമാറുന്നത്. കുടിക്കാൻ വെള്ളമെല്ലാം കൊടുത്താണ് അവരെ പറഞ്ഞു വിടുക. എന്നാൽ അടുക്കളയിൽ ചെല്ലുന്ന ഹീറോ അവര് കുടിച്ചു വെച്ചിരുന്ന ഗ്ലാസ് എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കും. ഹീറോക്ക് അതൊന്നും ഇഷ്ടമില്ല. എന്നാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് കഴിയുമ്പോഴാണ് ഭാര്യ ഈ ഒരു കാര്യം കാണുന്നത്. എന്നാൽ അവൾ ആ ഗ്ലാസ് അതുപോലെ തന്നെ എടുത്ത് തിരിച്ചവിടെ തന്നെ വെക്കും. പിന്നെ നമ്മൾ കാണുന്നത് ഹീറോയും അളിയനും മകനും കൂടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാനായി ചെല്ലുന്നതാണ്. ആ സമയം അവിടെ കുറച്ച് തടിച്ചിട്ടുള്ളൊരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്.
അങ്ങേര് പറയും, നീ ഒറ്റയിരുപ്പിന് 50 ബെന്നൊക്കെ കഴിച്ച് തീർക്കാറുണ്ടെന്ന് നിന്റെ മോൻ എന്നോട് പറഞ്ഞു, അതൊക്കെ ശരിക്കുള്ള കാര്യമാണോ? അതേന്ന് ഹീറോ പറയുമ്പോൾ അങ്ങേര് പറയും, വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന്. അതിന് നമ്മുടെ ആള്, നീ വിശ്വസിച്ചില്ല എനിക്കിപ്പോ എന്താ, അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. എന്നാ ടോണി അപ്പറഞ്ഞത് അങ്ങേർക്ക് ചെറുതായെന്ന് കൊണ്ടു, അതുകൊണ്ട് തന്നെ പറയും, എന്നാൽ ഇപ്പോൾ $50 മത്സരത്തിനായി നീ ഉണ്ടോന്ന് ചോദിക്കും. അതായത് തീറ്റ മത്സരമാണ് നടക്കാനായി പോകുന്നത്. അങ്ങനെ ബെറ്റും വെച്ച് പരിപാടിയെല്ലാം തുടങ്ങി. അതെല്ലാം കഴിഞ്ഞാണ് തിരിച്ച് വീട്ടിലെത്തുക. വിജയിച്ചോ ഇല്ലേ അതൊന്നും അറിയില്ല. കെട്ടിയോള് ഭക്ഷണം വേണ്ടെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയും. അതെന്താന്ന് ചോദിക്കുമ്പോഴാണ് കാര്യം പറഞ്ഞു കൊടുക്കുക. അവൻ 23 ബെന്നാണ് തിന്നേന്ന് പറയും. അതിന് കെട്ടിയോള്, നിങ്ങൾ എന്തിനാണ് അവനോടൊക്കെ മുട്ടാനായി പോയെ? $50 എന്നൊക്കെ പറഞ്ഞാല് നമ്മളുടെ ഈ ഒരു അവസ്ഥയിൽ ചെറിയ കാര്യമാണോ? അതിന് ഹീറോ പറയും, ഞാനതിന് 25 കഴിച്ചു. അതായത് മത്സരത്തിൽ വിജയിച്ച് $50 ഹീറോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെട്ടിയോൾക്ക് വലിയ സന്തോഷമായി. അപ്പോഴാണ് ടോണിയുടെ ഒരു പരിചയക്കാരൻ വിളിച്ച് നിനക്കൊരു ജോലി വേണോ എന്ന് ചോദിക്കുക. അതായത് ഡ്രൈവർ ജോലിയാണ്. ഒരു ഡോക്ടർക്ക് 8 ആഴ്ചത്തേക്ക് അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യണം. അതായത് ഈ 8 ആഴ്ച വീട്ടിലുണ്ടാവില്ല, കുടുംബത്തോട് വിട്ടു നിൽക്കണം. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി പോയിക്കോന്നും പറഞ്ഞുകൊണ്ട് അഡ്രസ്സും പറഞ്ഞു കൊടുക്കും. എന്തായാലും ജോലി കിട്ടുന്ന കാര്യമല്ലേ, ഈ 2 മാസമാണെങ്കിൽ കയ്യിൽ കാശുണ്ടാവില്ല, അതുകൊണ്ട് പോകാൻ തന്നെ വിചാരിക്കും. അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ അഡ്രസ്സും കണ്ടുപിടിച്ച് ആ സ്ഥലത്തേക്ക് ചെല്ലുന്നേരം ആദ്യം തന്നെ കയ്യിലൊരു ഫോം കൊടുക്കും ഫില്ല് ചെയ്യാനായി. കാരണം ഹീറോ മാത്രമല്ല, ഇതേ ജോലി കിട്ടാനായി വേറെയും കുറെ ആളുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മുടെ ആളകത്തേക്ക് വിളിക്കും. ആ റൂം കണ്ടാല് ഇതൊരു ഡോക്ടറുടെ റൂമാണെന്ന് തോന്നില്ല. ആ റൂം സെറ്റപ്പ് തന്നെ അങ്ങനെയാ ഇരിക്കുന്നത്. എന്തായാലും ടോണിക്ക് വലിയ ഇഷ്ടമായി. അപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. ആളൊരു കറുത്ത വർഗ്ഗക്കാരനാണെന്നുള്ള കാര്യം ടോണി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമുക്കും ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ മുഖത്ത് അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല. അന്നേരം ഹീറോ ചോദിക്കും, നിങ്ങൾ പല്ല് ഡോക്ടർ ഒന്നും അല്ലേ? ഈ റൂം കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അന്നേരമാണ് അങ്ങേര് പറയാ, ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞാല് മ്യൂസീഷ്യനാണ്. അതായത് മ്യൂസിക്കിൽ ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളാണ്. അങ്ങേരുടെ മുഴുവൻ പേരും പറഞ്ഞെടുക്കും. ഡൊണാൾഡ് ഷേർലി എന്ന് വിളിക്കാം. ഇനി വരാൻ പോകുന്ന 8 ആഴ്ച ഈ മ്യൂസീഷ്യന് അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ മ്യൂസിക് കൺസേർട്ടുകൾ നടത്താനുണ്ട്. അതായത് അമേരിക്കയിലെ കെൻഡക്കി, നോർത്ത് കരോലീന, ടെന്നസി, മിസിസിപ്പി അങ്ങനെ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം മ്യൂസിക് കൺസേർട്ടുകളുണ്ട്. അതിനായി കൊണ്ടുപോകാനാണ് അങ്ങേർക്ക് ഒരാളെ വേണ്ടേ. ഒരു കറുത്ത വർഗ്ഗക്കാരന്റെ കൂടെ ജോലി ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന കാശിനനുസരിച്ചെന്നാണ് നമ്മുടെ ആൾ പറയാ. എന്തായാലും ഷേർലി പറയും, ആഴ്ചയിൽ $100 ഞാൻ വാഗ്ദാനം ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു ഡ്രൈവറെ മാത്രമല്ല വേണ്ടേ, എൻ്റെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിന്റെ കൂടെയാണ്. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ വസ്ത്രങ്ങൾ അലക്കേണ്ടി വരും, എൻ്റെ ഷൂ പോളിഷ് ചെയ്യേണ്ടി വരും. അങ്ങനെ എൻ്റെ ആവശ്യങ്ങൾക്കായി നിങ്ങൾ എൻ്റെ കൂടെ വേണ്ടി വരും. എന്നാൽ ഇത് കേൾക്കുന്ന ടോണി, ഓക്കെ ഞാൻ ഇനിയില്ല, എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോവുക. ഡോക്ടർ ഷേർലി എഴുന്നേറ്റ് പറയും, നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു. നിങ്ങൾ പല പ്രശ്നങ്ങളും പരിഹരിക്കാനായി പറ്റിയ ഒരു ഉത്തമനാണെന്ന് ഞാൻ കേട്ടു. എനിക്ക് അങ്ങനെയുള്ള ഒരാളെ കൂടെയാണ് വേണ്ടേ. എന്നാൽ ടോണി പറയും, നിങ്ങളുടെ വസ്ത്രം കഴുകാനോ ഷൂ പോളിഷ് ചെയ്യാനോ അതിനൊന്നും എന്നെ കിട്ടില്ല. നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കും. പിന്നെ ആഴ്ചയിൽ എനിക്ക് $100 അല്ല $125 വേണം. പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ, അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം വണ്ടിയും പിടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. അതെല്ലാം സോൾവ് ചെയ്യാനായി നിങ്ങൾക്ക് ഒരാളെ വേണേൽ അത് എന്നെപ്പോലെയുള്ള ഒരാളായിരിക്കണം. ഞാൻ പറഞ്ഞു പറ്റില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എൻ്റെ മുന്നേ വന്ന ആ കുള്ളനെ എടുത്തോ. അവനാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് വാങ്ങിത്തരും, ഒന്നും സോൾവ് ചെയ്യാനും പറ്റില്ല. ഇത് കേൾക്കുന്ന ഷേർലി, ഓക്കെ വന്നതിന് നന്ദി എന്ന് പറഞ്ഞ് നമ്മുടെ ആളെ പറഞ്ഞു വിടും. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഹീറോ ഒരു ബാറിലേക്കാണ് ചെല്ലുക. അവിടുന്ന് വെള്ളടിച്ചുകൊണ്ടിരിക്കുന്ന നേരം 3 പേര് അവിടെ കാണാനായി വന്നിട്ടുണ്ട്. ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അവര് ഹീറോക്ക് പുതിയൊരു പണി കൊടുക്കാനായി വന്നാണ്. ഇനി വരാൻ പോകുന്ന 2 മാസം ടോണിക്ക് ജോലിയൊന്നുമില്ലാന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് പല പണികൾ അവർ പറയുന്ന എന്ത് പണിയാണെങ്കിലും ടോണി ചെയ്യേണ്ടി വരും. അതുപോലൊരു പണി കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഹീറോ പറയും, സോറി, ഈ ജോലിക്ക് നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. വരാൻ പോകുന്ന 2 മാസം കുടുംബത്തിന്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല കയ്യിൽ കുറച്ച് കാശുണ്ട്, കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുന്ന ഹീറോ തൊട്ടടുത്തുണ്ടായിരുന്ന പണയക്കടയിലേക്കാണ് ചെല്ലുന്നത്. അവിടെ വെച്ച് തന്റെ വാച്ച് കൊടുത്ത് $50 പണയം വെക്കും. സത്യം പറഞ്ഞാൽ ഹീറോയുടെ കയ്യിൽ കാശൊന്നുമില്ല, ആകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാലും കുടുംബത്തെ മറന്ന് ആ 3 പേര് പറഞ്ഞ പോലെയുള്ള പണിയൊന്നും ചെയ്യാനായി നിൽക്കില്ല. അങ്ങനെ നേരെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. കെട്ടിയോളോട് പറയും, അങ്ങേര് ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഡോക്ടർ ഒന്നുമല്ല, മ്യൂസിക്കിലും ഡോക്ടേഴ്സ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരാളാണ് അങ്ങേര്. മാത്രമല്ല കറുത്ത വർഗ്ഗക്കാരനും കൂടെയാണെന്ന് പറയുമ്പോൾ കെട്ടിയോൾക്കറിയാം ഹീറോ കറുത്ത വർഗ്ഗക്കാരുടെ കൂടെ കൂടുതൽ യോജിച്ച് പോകാറില്ല. അതോടെ നിങ്ങൾ ഈ പണിക്ക് നിൽക്കണ്ടെന്ന് പറയും. എന്നാൽ ഹീറോയുടെ മനസ്സിൽ കാശ് എത്രയാണോ കിട്ടുക അതിനനുസരിച്ച് ഈ ജോലി ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കാന്നാണ്. അങ്ങനെ അന്ന് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന നേരം ഫോണിൽ ഡോക്ടർ ഷേർലിയാണ് കോൾ ചെയ്യുന്നത്. അങ്ങേര് കെട്ടിയോളോടാണ് സംസാരിക്കണമെന്ന് പറയാം. അതായത് ഇനി വരാൻ പോകുന്ന 8 ആഴ്ചത്തേക്ക് അങ്ങേർക്ക് ഹീറോയെ ഡ്രൈവർ ആക്കണമെന്നാണ് ഇഷ്ടം. കാര്യം പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റിയ ഒരാൾ അങ്ങേർക്ക് വേണം. അതുകൊണ്ട് തന്നെ വരുന്ന 8 ആഴ്ചത്തേക്ക് നിങ്ങളുടെ ഭർത്താവിനെ എനിക്ക് വിട്ടുതരുമോ, നിങ്ങൾക്ക് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. മാത്രമല്ല ഹീറോ പറഞ്ഞിരിക്കുന്ന $125 കൊടുക്കാനായി അങ്ങേരും തയ്യാറാണ്. കെട്ടിയൻ വിട്ടു നിൽക്കുന്നതിൽ ഭാര്യയ്ക്ക് നല്ല വിഷമമുണ്ടെങ്കിലും വേറെ വഴിയൊന്നുമില്ലല്ലോ.
കുടുംബത്തിന് വേണ്ടിയല്ലേ, കാശിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് തന്നെ അവൾ സമ്മതിക്കും. അങ്ങനെ അന്ന് തന്നെ ഈ യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായി ഹീറോ ചെല്ലും. ഈ ഒരു യാത്ര ഡോക്ടർ ഷേർലിക്ക് ശരിയായി കൊടുക്കുന്നത് ഒരു മ്യൂസിക് റെക്കോർഡിംഗ് കമ്പനിയാണ്. അതുകൊണ്ട് ആ കമ്പനിയിലെ രണ്ടാളുകളാണ് ഈ യാത്രയെക്കുറിച്ച് ഹീറോക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വരുന്ന 2 മാസത്തോളം, അതായത് 8 ആഴ്ചയോളം ഡോക്ടർ ഷേർലിക്ക് പല പല പരിപാടികൾ അമേരിക്കയുടെ തെക്കൻ ഭാഗത്ത് നടത്താനുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ ഓരോ സ്ഥലങ്ങളിലും ഷേർലിയെ കറക്റ്റ് സമയത്ത് എത്തിക്കണം. അതിലൊരു മാറ്റവും വരാനായി പാടില്ല. മാത്രമല്ല അങ്ങേര് പറയുന്ന കാര്യങ്ങളെല്ലാം, വസ്ത്രം അലക്കുന്നതും ഷൂ പോളിഷ് ചെയ്യുന്നതും അതെല്ലാം ഒഴിച്ച് അങ്ങേര് ചോദിക്കുന്ന ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണം. പിന്നെ വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ ആദ്യം തന്നെ പകുതി കാശ് ഹീറോയുടെ കയ്യിലേക്ക് വെച്ചെടുക്കും. ബാക്കി പകുതി ഈ യാത്ര കഴിഞ്ഞാലാണ് കൊടുക്കുക. കൂടെ തന്നെ ഗ്രീൻ ബുക്ക് എന്നൊരു പുസ്തകം കൂടെ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ പേര്. ഈ പുസ്തകം എന്താന്ന് വെച്ചാൽ, ഡോക്ടർ ഷേർലി ഒരു കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് അമേരിക്കയിലെ എല്ലാ ഹോട്ടൽസിലും റൂമൊന്നും എടുക്കാനായി പറ്റില്ല. പക്ഷേ കറുത്ത വർഗ്ഗക്കാർക്ക് കൂടെ താമസിക്കാനായി പറ്റിയ ഹോട്ടലുകൾ അമേരിക്കയിലുണ്ട്. അത് വളരെ കുറവാണ്. അതെവിടെയൊക്കെയാണെന്നാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇനി റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാനാണെങ്കിലും കറുത്ത വർഗ്ഗക്കാർക്ക് പ്രത്യേകമായുള്ള റെസ്റ്റോറൻറ്റുകളുണ്ട്. അതിനെക്കുറിച്ചും ഈ പുസ്തകത്തിൽ കാണാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അമേരിക്കയിൽ ഈ ഒരു കാലഘട്ടത്തിൽ നല്ല കഴിവുള്ള കറുത്ത വർഗ്ഗക്കാരനാണെങ്കിലും എത്രത്തോളം കഷ്ടപ്പെട്ടായിരുന്നു ജീവിച്ചിരുന്നതെന്ന്. അങ്ങനെ അവർ കൊടുത്ത കാറുമായി നേരെ വീട്ടിലേക്ക് വരുന്ന ഹീറോ കെട്ടും പാണ്ടങ്ങളും എല്ലാം വണ്ടിയിൽ കയറ്റി വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയം കെട്ടിയോള് ഹീറോയോട് ഓരോ ആഴ്ചയും കത്തുകൾ എഴുതണമെന്ന് പറയുമ്പോൾ ഹീറോക്ക് അതിന് പറ്റില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറയും. എന്നാലും അവള് സമ്മതിപ്പിക്കും. കൂടെ തന്നെ കയ്യിലേക്ക് 2 സാൻഡ്വിച്ച് കൂടെ കൊടുക്കും. അതിലൊരു സാൻഡ്വിച്ച് ഹീറോക്കും 1 ഷേർലിക്കുമാണ്. ഭാര്യക്ക് കറുത്ത വർഗ്ഗക്കാരോടൊക്കെ നല്ല സ്നേഹമാണല്ലോ. എന്നാൽ ഹീറോക്ക് അങ്ങനെയൊന്നുമല്ല. സാൻഡ്വിച്ച് കൊടുക്കുമോ ഇല്ലെന്നൊന്നും പറയാനായി പറ്റില്ല. എന്തായാലും കാറി കയറി പോകാൻ നേരം അളിയനും ഭാര്യയും ഭാര്യയുടെ അച്ഛനും കുട്ടികളും എല്ലാവരും യാത്രയാക്കും. അങ്ങനെ നേരെ ഷേർലി നിൽക്കുന്ന ഹോട്ടലിന്റെ അടുത്തേക്കാണ് ചെല്ലുക. എന്നാൽ ഇവിടെ ശരിക്ക് ഷേർലിയുടെ കൂടെ 2 പേര് കൂടെ യാത്ര ചെയ്യാനുണ്ട്. എന്നാൽ അവര് ഹീറോയുടെയും ഷേർലിയുടെയും കാറിലല്ല ഉണ്ടാവുക. അവരതേപോലെ തന്നെയുള്ള മറ്റൊരു കാറിലാണ് വരിക. അവരാരൊക്കെയാന്ന് വെച്ചാൽ ഷേർലിയുടെ കൂടെ മ്യൂസിക് ഷോയിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ഷേർലി ഒരു പിയാനിസ്റ്റ് ആണ്. ഈ ഒരു കാര്യം നേരത്തെ പറയാനായി മറന്നുപോയതാ, സോറി. അതായത് ഷേർലി പിയാനോ വായിക്കുമ്പോൾ അവര് 2 പേരും വയലിനേക്കാൾ കുറച്ചുകൂടെ വലുപ്പമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതിന്റെ പേരാണ് ചെല്ലോ. തറയിൽ വെച്ചാണ് അത് യൂസ് ചെയ്യുക. മനസ്സിലാവാത്ത ആളുകൾക്ക് ഇത് കാണുമ്പോൾ എന്തായാലും മനസ്സിലാകും, പേടിയണ്ട. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്കെല്ലാവർക്കും കൂടെ ഒരൊറ്റ കാറിൽ യാത്ര ചെയ്താൽ പോരെയെന്ന്. അതിന് പറ്റില്ല. ഷേർലിയുടെ അസിസ്റ്റന്റായി വരുന്ന കൂടെയുള്ള 2 പേർക്കും അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കാറിൽ വെക്കാനായിട്ടുള്ള സ്ഥലം വേണം, സൗകര്യം വേണം. അതിനായാണ് അവർ മറ്റൊരു കാർ എടുക്കുന്നത്. പക്ഷേ ഷേർലിക്ക് പിയാനോ കാറിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എവിടെയാണോ ഈ ഷോ ചെയ്യുന്നത് അവിടെയുള്ള ആളുകൾ ഷേർലിക്ക് വേണ്ട പിയാനോ അവിടെ എത്തിച്ചിട്ടുണ്ടാകും. മാത്രമല്ല അമേരിക്കയുടെ തെക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ച് തന്റേടമുള്ള വെളുത്ത വർഗ്ഗക്കാരൻ കൂടെ ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നം കൂടിയാണ്. അതുകൊണ്ടാണ് ഷേർലി ഹീറോയുടെ കൂടെ പോകുന്നത്. അമേരിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ എന്താ ഇതിന് മാത്രം പ്രശ്നമെന്ന്. അതായത് ആ കാലഘട്ടങ്ങളിൽ കറുത്ത വർഗ്ഗക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിരുന്നത് അമേരിക്കയുടെ തെക്കൻ ഭാഗത്തുള്ള സംസ്ഥാനങ്ങളിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള അടിമകളും അവരെ ഉപദ്രവിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും ഷേർലി വന്ന് കാറി കയറി. ആൾക്ക് വൃത്തിയും മെനയും കുറച്ച് കൂടുതലാണ്. അങ്ങേരുടെ അസിസ്റ്റന്റായി നിൽക്കുന്നയാള് ഒരു ഇന്ത്യക്കാരനാണ്. അങ്ങേരുടെ പേരാണ് അമിത് ഷേർലിയുടെ കെട്ടും ഭാണ്ഡങ്ങളും എല്ലാം കൊണ്ടുവച്ച് ഹീറോ വണ്ടിയിലേക്ക് കയറ്റി വെക്കാനായി കാത്തു നിൽക്കുകയാണ്. എന്നാൽ ടോണിയാണേല് അത് കയറ്റി വെക്കില്ല. അമിത്തിനോട് കാണിക്കും നീ തന്നെ വെക്കെന്ന്. വേറെ വഴിയില്ല, അമിത് തന്നെ കാറി കൊണ്ടുവെക്കും. അങ്ങനെ അവർ യാത്ര ആരംഭിച്ചു. യാത്ര തുടങ്ങിയെന്ന് പറയാറായിട്ടില്ല, അപ്പോഴേക്ക് ഹീറോ ഭക്ഷണം എല്ലാം കഴിക്കാനായി തുടങ്ങി. നമ്മുടെ എപ്പോഴും ഭക്ഷണവും വെള്ളവും എന്തായാലും വേണം. ഷേർലി പറയും, ടോണി നമ്മൾ ഏതെങ്കിലും ഒരു നഗരത്തിലെത്തിയാൽ എന്റെ കരാറിൽ പറഞ്ഞ പോലെ തന്നെയുള്ള സ്റ്റെയിൻവേ എന്ന കമ്പനിയുടെ പിയാനോ ആണോ അവിടെയുള്ളതെന്ന് നീ ഉറപ്പുവരുത്തണം. അതല്ലെങ്കിൽ അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏർപ്പാടുകൾ നീ ചെയ്യണം. പിന്നെ എല്ലാ ദിവസവും രാത്രി നീ എനിക്കൊരു മദ്യം എത്തിക്കണം. അതും ഒരു പ്രത്യേക ബ്രാൻഡിന്റെ മദ്യമാണ് പറയാ. എന്നാൽ ടോണി ചിരിച്ചോണ്ട് പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് കഴിക്കാനായി പറ്റിയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതിട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. എന്നാൽ അങ്ങനെ പറയും, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന്. മാത്രല്ല സിഗരറ്റ് വലിക്കുന്നതൊക്കെ അങ്ങേർക്ക് വലിയ ബുദ്ധിമുട്ടായി. എങ്ങനെയൊക്കെയോ പറഞ്ഞാണ് ആ സിഗരറ്റ് വലിയൊന്ന് നിർത്തിക്കുന്നത് തന്നെ. അപ്പോഴാണ് കൂടെയുള്ള 2 പേര് വന്ന് നമുക്ക് ഹോട്ടലിൽ വെച്ച് കാണാമെന്ന് പറയാം. എന്നാൽ അവര് തമ്മിൽ ജർമ്മനാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന ടോണി പറയും, ഞാൻ പണ്ട് ജർമ്മനിയിൽ പട്ടാളത്തിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ കുറേ ദിവസം നിന്നിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെയുള്ള 2 പേര് ജർമ്മനാണെങ്കിൽ ജർമ്മൻ തെണ്ടികൾ ഒരിക്കലും വിശ്വസിക്കാനായി പാടില്ല. അന്ന് തന്നെ എല്ലാത്തിനെയും ബോംബിട്ട് കൊല്ലേണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടോ ചെയ്യാനായി പറ്റിയില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഭക്ഷണമെല്ലാം കഴിച്ച് വീണ്ടും യാത്രയാണ്. എന്നാൽ വഴിയിൽ വെച്ചാണ് ടോണിക്ക് മൂത്രമൊഴിക്കാനുണ്ടാവുക. ഞാൻ മൂത്രമൊഴിക്കട്ടെ എന്നും പറഞ്ഞ് കാർ നിർത്തുന്ന നേരം ഷേർലി പറയും, എന്ത് ഇവിടെ തന്നെ മൂത്രമൊഴിക്കാനോ? ഇവിടെ എവിടെയും ടോയ്ലറ്റ് ഇല്ലല്ലോ. ഷേർലി ആള് കുറച്ച് വൃത്തിയുടെ ആളാന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ നമ്മുടെ ആളങ്ങനെയല്ല, അതൊന്നും കുഴപ്പമില്ലെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. എന്നാൽ ആ സമയത്തും തന്റെ പേഴ്സ് കാറിൽ നിന്ന് എടുക്കാനായി മറക്കുന്നില്ല. അതായത് കറുത്ത വർഗ്ഗക്കാരോട് തീരെ വിശ്വാസം കൂടിയില്ല ടോണിക്ക്.
ശരിക്കു പറഞ്ഞാല് ടോണിയെക്കാളും കൂടുതൽ കാശ് സമ്പാദിക്കുന്നുണ്ട് ഡോക്ടർ ഷേർലി. അങ്ങേർക്ക് ടോണിയുടെ പേഴ്സൊന്നും ആവശ്യമില്ല. എന്നാലും ഹീറോക്ക് അങ്ങേരെ വിശ്വാസമില്ല. മാത്രല്ല, പോകുന്ന വഴിയിൽ ഭാര്യ 2 പേർക്കും കഴിക്കാനായി സാൻഡ്വിച്ച് കൊടുത്തില്ലായിരുന്നോ? അതിൽ ഷേർലിയുടെ സാൻഡ്വിച്ച് കൂടെ ഹീറോ തന്നെയാണ് കഴിക്കുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് ആദ്യത്തെ പരിപാടി നടത്തേണ്ട സിറ്റിയിൽ അവരെത്തി. അങ്ങനെ അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ച് പിറ്റേന്ന് രാവിലെ പരിപാടിക്ക് പോകാനായി ഇറങ്ങാണ്. ഈ സമയം ഷേർലി വന്ന് പറയും, നിങ്ങളുടെ സംസാരം അമേരിക്കയിലെ ന്യൂയോർക്കിൽ വളരെ വിലപ്പെട്ടതാണെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അത് തീരെ നല്ലതല്ല. പണക്കാരും വളരെ പ്രധാനപ്പെട്ട ആളുകളും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അവിടെ വെച്ച് നിങ്ങളുടെ സംസാരം നിങ്ങളൊന്ന് മാറ്റണം, ശൈലി ഒന്ന് മാറ്റിയെടുക്കണം. എന്നാൽ ടോണിക്കത് പറ്റില്ല. എന്റെ സംസാരം അത് എന്റെ ശൈലി. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എന്നാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹീറോ ഷേർലിയുടെ കൂടെ ഓരോ പരിപാടിയിലേക്ക് ചെല്ലുമ്പോഴും ഷേർലിയുടെ കൂടെ വന്നയാളായതുകൊണ്ട് തന്നെ ടോണിയുടെ പേര് സ്റ്റേജിൽ പറയേണ്ടി വരും. അതുകൊണ്ട് ടോണി വെല്ലലോങ്ക എന്നുള്ള പേര് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ടോണി വാലെ എന്ന് നിങ്ങളുടെ പേര് മാറ്റട്ടെ എന്ന് ചോദിക്കുമ്പോൾ ടോണി പറയും, വേണ്ട, അതിന്റെ ആവശ്യമില്ല, എന്നെ ടോണി ലിപ്പ് എന്ന് വിളിച്ചാൽ പോരെ. എന്നാൽ ഷേർലി പറയും, ടോണി ദ ലിപ്പ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ജീവിതാനുഭവമുള്ള ആളുകളാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് ടോണി വാലെ എന്ന് മതി. അതിന് ഹീറോ, ഈ പരിപാടിയിൽ എന്നെക്കാളും വലിയ വിദ്യാഭ്യാസമുള്ള കാശുള്ള ആളുകളല്ലേ ഉള്ളത്, അവർക്ക് എന്റെ പേര് പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട, ഞാൻ അങ്ങോട്ട് കയറുന്നു പോലുമില്ല. എന്നാൽ ഷേർലി പറയും, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഷേർലിക്കും അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. എന്തായാലും അന്ന് രാത്രിയാണ് പരിപാടിയെല്ലാം നടക്കാനായി പോകുന്നത്. പിയാനോ വായിക്കുന്ന ഷേർലിയെ ടോണി ആദ്യമായാണ് കാണുന്നത്. ഹീറോ മ്യൂസിക്കിൽ കുറച്ച് താല്പര്യമുള്ള ആളായതുകൊണ്ട് തന്നെ ഷേർലി വായിക്കുന്ന മ്യൂസിക് വളരെ ഇഷ്ടമായി. പക്ഷെ അഭിനന്ദിക്കാനൊന്നും നിൽക്കില്ല. എന്ത് ചെയ്യാനാ, കറുത്ത വർഗ്ഗക്കാരനായി പോയില്ലേ. എന്നാ പരിപാടിയെല്ലാം കഴിഞ്ഞ് പോകാനായി ഇറങ്ങുന്ന ഷേർലി കാണുന്നത് ഹീറോ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ കൂടെ ചൂത് കളിക്കുന്നതാണ്. കുറച്ച് കാശെല്ലാം നേടിയിട്ടുണ്ട്. ഹീറോയെ കാണുമ്പോൾ തന്നെ ഷേർലി പറയും, ഞാൻ നിങ്ങളെ എത്ര തെരഞ്ഞു നടന്നു, നിങ്ങൾക്ക് കാശ് എന്തെങ്കിലും വേണേൽ എന്നോട് ചോദിച്ചാൽ പോരെ, എന്തിനാണ് ഇതുപോലെയുള്ള പരിപാടിക്കെല്ലാം പോകുന്നത്. എന്നാൽ എല്ലാത്തിനും ടോണിക്ക് ന്യായങ്ങളുണ്ട്. ഇതുപോലെ കളിക്കുമ്പോൾ ജയിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ ഒന്നിനും കിട്ടില്ലല്ലോ എന്നാണ് പറയാ. ഷേർലി ആണെങ്കിൽ ഇന്ന് ഈ പരിപാടിക്ക് വരുന്നതിന് മുന്നേ ഹോട്ടലിൽ വെച്ച് ഹീറോയുടെ കയ്യിലേക്ക് കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ട്. അതായത് ഹീറോക്ക് യാത്രയിൽ ഭക്ഷണവും താമസവും എല്ലാം സൗജന്യമാണ്. അതുകൊണ്ട് തന്നെ കൊടുത്ത കാശാണ് കയ്യിൽ. ആ കാശുണ്ടായിട്ടും എന്തിനാണ് ഈ പരിപാടിക്ക് നിന്നതെന്നാണ് ഷേർലി ചോദിച്ചത്. പക്ഷേ ഹീറോയെ അറിയാലോ, അങ്ങേര് പറയുന്നൊന്നും കേൾക്കാനായി പോകുന്നില്ല. അങ്ങനെ അവിടെ നിന്നും യാത്രയായി അവർ ഒഹിയോ എന്നുള്ള സ്ഥലത്താണ് എത്തിച്ചേരുക. അന്ന് രാത്രിയാണ് ഹീറോ ഭാര്യയ്ക്ക് ആദ്യമായി കത്തെഴുതുന്നത്. കത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാ, നീ എന്നെക്കുറിച്ചും ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും ചിന്തിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല, എനിക്കെപ്പോഴും അതെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഇന്നലെ രാത്രി ഡോക്ടർ ഷേർലി പിയാനോ വായിക്കുന്നത് ഞാൻ കേട്ടു. എൻ്റെ അഭിപ്രായത്തിൽ ലിബറാച്ചിയേക്കാൾ മനോഹരമായി അങ്ങേര് പിയാനോ വായിക്കുന്നുണ്ട്. ആളൊരു ജീനിയസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ജീനിയസ് ആണെന്ന് പറഞ്ഞിട്ടോ കാര്യമല്ല, ജീവിക്കാനായി അറിയില്ല, ആസ്വദിക്കുന്നില്ല. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വീണ്ടും യാത്രയാവുകയാണ്. ഈ സമയം കാറിലെ റേഡിയോയിൽ ഒരാൾ പിയാനോ വായിക്കുന്നത് കേൾക്കാം. ഇത് കേൾക്കുന്ന ഷേർലി ചോദിക്കും, അതാരാ വായിക്കുന്നതെന്ന്. ടോണി പറഞ്ഞു കൊടുക്കും, ലിറ്റിൽ റിച്ചാർഡ് ആണെന്ന്. എന്നാൽ ഷേർലിക്ക് ലിറ്റിൽ റിച്ചാർഡിനെ അറിയില്ല. പക്ഷെ അങ്ങേര് പിയാനോ വായിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, എന്നാലും വളരെ മനോഹരമാണെന്നാണ് ഷേർലി പറയുന്നത്. കൂടെ തന്നെ ചോദിക്കും, നിങ്ങൾക്ക് ടോണി ദ ലിപ്പ് എന്നുള്ള പേര് എവിടെ നിന്നാണ് കിട്ടിയെന്ന്. നമ്മുടെ ആൾ പറയും, ടോണി ദ ലിപ്പ് അല്ല, ടോണി ലിപ്പ്. സ്കൂളിൽ പഠിക്കുന്ന സമയം ഞാൻ നല്ലപോലെ കാര്യങ്ങളെല്ലാം തള്ളി പറയായിരുന്നു, അതുകൊണ്ട് കൂട്ടുകാരിട്ടെന്ന് പേരാ. അതിന് ഷേർലി, നിങ്ങളുടെ കൂട്ടുകാരെല്ലാവരും നിങ്ങളെ നുണയാന്ന് വിളിക്കുമ്പോഴും നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലായിരുന്നോ? ഹീറോ പറയും, നുണയും തള്ളും തമ്മിൽ വ്യത്യാസമുണ്ട്. നുണയെന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യം, തള്ളെന്ന് പറഞ്ഞാൽ ഉള്ള കാര്യത്തെ കുറച്ച് മസാലയെല്ലാം ചേർത്ത് പറയുന്ന കാര്യമാണ്. നുണ ഞാൻ ഒരിക്കലും പറയില്ല. ഹീറോ റേഡിയോയിൽ മറ്റൊരു പാട്ട് വെച്ച് ഇതാര് പാടിയാന്നറിയോന്ന് ചോദിക്കും. എന്നാൽ അതിനെക്കുറിച്ചും ഷേർലിക്ക് അറിയില്ല. ഈ പാട്ട് പാടിയത് അരീത്ത ഫ്രാങ്ക്ലിൻ ആണ്. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞാലോ? ലിറ്റിൽ റിച്ചാർഡ്, ചബ്ബി ചക്കർ, സാം കുക്ക്, ഇവരെ കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ലേ? ഇവരൊക്കെ നിങ്ങളുടെ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. സത്യം പറഞ്ഞ ഹീറോക്ക് മ്യൂസിക്കിന്റെ കാര്യത്തിലൊക്കെ നല്ല അറിവാണ്. ഷേർലിക്കാണ് അതിനെക്കുറിച്ച് അത്രക്ക് വലിയ ധാരണയൊന്നുമില്ല. അതാണ് അങ്ങേർക്ക് കുറച്ചൊരു അഭിമാന പ്രശ്നമായി മാറുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവർ സാധനങ്ങൾ വാങ്ങിക്കാനായി തൊട്ടടുത്തുണ്ടായിരുന്ന കടയിലേക്ക് ചെല്ലും. സാധനങ്ങൾ വാങ്ങാൻ പുറത്തിറങ്ങുന്ന ഹീറോ അവിടെ വിൽക്കാനായി വെച്ചിരുന്ന കുറച്ച് കല്ലുകൾ കാണും. എന്നാൽ അതേപോലെയുള്ള ഒരു കല്ല് താഴെ വീണ് കിടക്കുന്നുണ്ട്. അതെടുത്ത് മെല്ലെ പോക്കറ്റിലാക്കും. എന്നാൽ സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു വരുന്നേരം ഷേർലിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഷേർലിക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കാറിൽ കയറുന്ന ടോണിയോട്, നിങ്ങളുടെ പോക്കറ്റ് എന്താണ്, അത് തിരിച്ചു കൊണ്ടുവെക്കെന്ന് പറയും. എന്നാൽ ഹീറോ സമ്മതിക്കില്ല. എന്നാൽ അതിന്റെ കാശ് കൊണ്ടുവെക്കെന്ന് പറയുമ്പോൾ അതിനും സമ്മതിക്കില്ല. നിങ്ങൾ ഒന്നുകിൽ അത് തിരിച്ചു വെക്കാതെ അല്ലെങ്കിൽ അതിന്റെ കാശ് കൊടുക്കാതെ ഈ കാർ ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് പോകാനായി പറ്റില്ലെന്ന് പറയും. വേറെ ഒരു വഴിയുമില്ലാതെ ഹീറോ അതുകൊണ്ട് തിരിച്ചു വെക്കും. അങ്ങനെ വീണ്ടും യാത്രയായി. അങ്ങനെ അവർ എത്തിപ്പെടുന്നത് ഇന്ത്യാനയിലെ ഹനോവർ എന്ന സ്ഥലത്താണ്. എന്നാൽ അവിടെ വെച്ചിരുന്ന പിയാനോ ചെന്ന് നോക്കുന്നേരം അതൊരു മോശം പിയാനോ. എന്നാൽ ഷേർലിയുടെ കരാറിൽ എല്ലാ സ്ഥലത്തും സ്റ്റെയിൻവേ എന്ന പിയാനോ ആണ് വേണ്ടത്. ഹീറോയോട് പറഞ്ഞതാണ്, നമ്മളൊരു സിറ്റിയിലെത്തിയാൽ അവിടെ ആദ്യം ചെന്ന് നോക്കേണ്ടത് സ്റ്റെയിൻവേ എന്ന പിയാനോ ആണോ കൊണ്ടുവച്ചതെന്നാണ്. എന്നാൽ വെച്ചിരിക്കുന്നത് സ്റ്റെയിൻവേയും അല്ല, മോശം ഒരു പിയാനോ കൂടെയാണ്. അതുകൊണ്ട് അവിടെ നിൽക്കുന്നവനോട് ചെന്ന് പറയും, ഷേർലിയുടെ കരാറിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റെയിൻവേ എന്ന കമ്പനിയുടെ പിയാനോ വേണമെന്നാണ്, അതിവിടെ കൊണ്ടുവെക്കണം. എന്നാൽ അങ്ങേര് പറയും,
ഈ ഇന്ത്യാനയിൽ അതൊരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ, അത് കൊണ്ടുവരാന്ന് പറയുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ കറുത്ത വർഗ്ഗക്കാരനല്ലേ, അവൻ അതും വായിച്ചാൽ മതി, എന്ത് കിട്ടിയാലും അവരൊക്കെ വായിച്ചോളൂ. ഷേളിയുടെ കൂടെ വന്നിരിക്കുന്നവര് ഇനി എന്താണ് സംഭവിക്കാൻ പോവാന്ന് ആകെ കൂടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഹീറോ ഒരൊറ്റ പൊട്ടിക്കൽ അവന്റെ മുഖത്ത്. പിന്നെ നമ്മൾ കാണുന്നത് സ്റ്റെയിൻവേ എന്ന കമ്പനിയുടെ പിയാനോ വായിക്കുന്നതാണ്. എന്ത് പെട്ടെന്നല്ല പരിപാടിയെല്ലാം കഴിഞ്ഞ്. നേരത്തെ ഉണ്ടായിരുന്ന ഷോയേക്കാളും ഈ ഒരു ഷോ ആണ് ഹീറോക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടാവുന്നത്. അങ്ങനെ ഓരോ ദിവസത്തെ പരിപാടികൾക്കിടയിലും ഹീറോ ഭാര്യക്കായി കത്തെഴുതും. കത്തിൽ പറയുന്നത് നമ്മുടെ നാടിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാ, പിന്നെ സിറ്റിയൊന്നും പോലെയല്ല, ദൂരേക്ക് വന്നാൽ ട്രാഫിക് ഒന്നുമില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ. അങ്ങനെ പിയാനോ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവർ പോയിക്കൊണ്ടിരിക്കുന്ന നേരം ഷേളിയുടെ കുടുംബത്തെക്കുറിച്ച് ഹീറോ ചോദിക്കും. അതിനങ്ങനെ പറയും, എനിക്ക് കുടുംബമൊന്നുമില്ല, എൻ്റെ ഭാര്യയുടെ കൂടെ എനിക്ക് ജീവിക്കാനായി പറ്റിയില്ല. എൻ്റെ ഈ ഒരു കരിയറും അതിൻ്റെ കൂടെ ഭാര്യയും അത് രണ്ടു കൂടെ എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായി പറ്റിയില്ല. പിന്നെ എനിക്കൊരു സഹോദരനുണ്ട്, അവനിപ്പോൾ എവിടെയാന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ കെൻഡക്കി സ്റ്റേറ്റിലെത്തുന്നത്. അപ്പോഴാണ് അവിടെ ഒരു ബോർഡിൽ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ കാണുന്നത്, അതായത് KFC. ആ സമയം KFCക്ക് 10 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. എന്തായാലും അവിടെ കാണുമ്പോൾ തന്നെ ഹീറോ കയറി ചെന്ന് 2 പെട്ടി നിറച്ചും KFCയും വാങ്ങിയാണ് വരിക. കഴിക്കുന്നതും കാറി വെച്ച് തന്നെ തുപ്പുന്നതും കാറിലേക്ക്. ആകെ കൂടെ ഷേളിയുടെ സ്വഭാവത്തിൽ നിന്ന് വളരെ തിരിഞ്ഞു വരുന്നൊരു സ്വഭാവമാണ് ഹീറോയുടേത്. നിങ്ങൾ KFC കഴിച്ചിട്ടുണ്ടോ? ഇല്ലാന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിച്ചു നോക്ക്, വളരെ നല്ല ചിക്കനാന്ന് പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് വെച്ചെടുക്കും. ഇത് കഴിക്കാൻ ഫോർക്കില്ലല്ലോ, സ്പൂണില്ലല്ലോ, പ്ലേറ്റ് ഇല്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഹീറോയുടെ നിർബന്ധപ്രകാരം വേറൊരു വഴിയില്ലാതെ അത് വാങ്ങി കഴിക്കും. എന്നാൽ ഇഷ്ടായി. കഴിച്ചു കഴിയുമ്പോൾ ഇതിന്റെ എല്ലാം എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഹീറോ ഗ്ലാസ് താഴ്ത്തി ദാ ഇങ്ങനെ ചെയ്താൽ മതിയെന്നും പറഞ്ഞ് കാണിച്ചെടുക്കും. അങ്ങേരും അതുപോലെ തന്നെ ചെയ്യും. എന്നാൽ അതിന്റെ ഇടയിലാണ് ഹീറോ ഒരു കപ്പ് തന്നെ എറിയുന്നത്. എന്നാൽ അത് ഷേളി സമ്മതിക്കില്ല. തിരികെ വന്ന് അതും എടുപ്പിച്ചാണ് പോവുക. അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ അവര് താമസിക്കാനായി ഒരു ഹോട്ടലിൽ ചെല്ലും. ഷേളി തന്റെ റൂമിൽ നിന്ന് ഒരു വെള്ളം അടിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്ന നേരം അവിടെ ഇരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂടെ ഒരു കളി കളിക്കാനായി വായോ എന്ന് പറയും. അവർക്കാർക്കും ഷേളി ആരാന്നറിയില്ല. എന്നാൽ അങ്ങേർക്കാണെങ്കിൽ ഈ ആളുകളുടെ ഇടയിൽ കൂടി ഇതുപോലെയുള്ള കളിയൊന്നും കളിച്ച് വലിയ പരിചയമല്ല. അതുകൊണ്ട് എനിക്ക് ഒരു കൂട്ടുകാരനെ കാണാൻ പോകാനുണ്ടെന്ന് പറഞ്ഞ് മെല്ലെ അവിടുന്ന് സ്കൂട്ടാകും. എന്നാൽ കുറച്ച് കഴിയുമ്പോഴാണ് ഷേളിയുടെ കൂടെ പരിപാടി അവതരിപ്പിക്കുന്ന ഒരാൾ ഓടി വന്ന് ഹീറോയോട് പറയാ, ഷേളിക്ക് ഈ ബാറിൽ വെച്ച് അടി കിട്ടുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് തന്നെ വായോന്ന്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ ബാറിൽ വെള്ളടിക്കാനായി ചെന്ന ഷേളിയെ 2 പേര് അടിച്ചോണ്ടിരിക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാ ഒരു കറുത്ത വർഗ്ഗക്കാരൻ കോട്ടും സ്യൂട്ടും കേട്ട് ഇവിടെ കയറി വന്ന് അവർക്ക് വലിയ ഇഷ്ടമായില്ല. അതുകൊണ്ട് പാത്രം കഴുകിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവര് പിടിച്ചു വെച്ചിരിക്കുക. ഹീറോ പറയും, ഇന്ന് രാത്രി ഒരു നല്ല രാത്രിയാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ എന്റെ കയ്യിലേക്ക് വിട്ടു തന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവാനായി പോകുന്നില്ല. എന്നാൽ അവര് പറയും, അത് ചോദിക്കാൻ താനാരാടോ? ടോണി ബാക്കിൽ കൈവച്ച് പറയും, നിന്റെ തലയിൽ ഒരു ഹോള് വീഴണ്ടാന്നുണ്ടെങ്കിൽ നീ അവനെ വിടുന്നതായിരിക്കും നല്ലേ. എന്നാൽ അതിലൊരുത്തം പറയും, അങ്ങേരുടെ കയ്യിൽ ഗണ്ണൊന്നും ഇല്ലാന്ന്. എന്നാലും ഒരു സംശയം, ചിലപ്പോൾ ഗണ്ണ് ഉണ്ടെങ്കിലോ? അതുകൊണ്ട് കടയുടെ പെട്ടെന്ന് തന്നെ ഗണ്ണെടുത്ത് പറയും, എന്റെ കടയിൽ വെച്ച് ഇമാതിരി പണികൾ ഒരുത്തനും ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. അവരാണേൽ വേറെ വഴിയില്ലാതെ ഷേളിയെ വിട്ടുകൊടുക്കുകയും ചെയ്യും. തിരിച്ചു വരുന്ന ഹീറോ പറയും, ഇനി ഒരിക്കലും എന്നെ കൂട്ടാതെ നിങ്ങൾ പുറത്തേക്ക് എങ്ങോട്ടും പോകാനായി പാടില്ല. മുഖത്താണേൽ അടി കൊണ്ടതിന്റെ പാടെല്ലാം ഉണ്ട്. നാളെ രാത്രിയാണേൽ ഒരു പരിപാടി അവതരിപ്പിക്കാനുണ്ട്. പക്ഷെ അതിനൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. പരിപാടിയൊക്കെ വളരെ മനോഹരമായി നടന്നു. അങ്ങനെ അവർ വീണ്ടും യാത്രയായി. പോകുന്ന വഴിയിലാണ് കെൻഡക്കിയിൽ വെച്ച് തന്നെ അവരുടെ കാർ കേടാവുന്നത്. അങ്ങനെ നിർത്തി അതിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്തുണ്ടായിരുന്ന വലിയൊരു പാടത്ത് കുറെ കറുത്ത വർഗ്ഗക്കാർ ജോലി ചെയ്യുന്നത്. അവരാണെ നോക്കുമ്പോൾ കാണുന്നത് ഒരു കറുത്ത വർഗ്ഗക്കാരനെ കാറിൽ കൊണ്ടുപോകുന്ന വെളുത്ത വർഗ്ഗക്കാരനെ. അവരൊക്കെ അത്ഭുതത്തിൽ നോക്കിയിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങളില് കറുത്ത വർഗ്ഗക്കാരെ അടിമകളായിരുന്നു കണ്ടിരുന്നതെന്ന്. അതായത് അവര് വലിയ പാടത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യും, പക്ഷെ അതിന്റെ കാശ് കൊടുക്കില്ല, കഴിക്കാനായി ഭക്ഷണം മാത്രം കൊടുക്കും. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം, അതായത് കെൻഡക്കി സംസ്ഥാനത്തിലെ അടിമ ജീവിതത്തെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡായി ഒരു കഥയിലൂടെ, ഒരു റിയൽ സ്റ്റോറി ആയിട്ടുള്ള കഥയിലൂടെ മനസ്സിലാക്കണേല് നിങ്ങൾ ജൂലിയസ് മാനുവൽ എന്ന ചാനലിലെ മാമത്ത് കേവ് എന്നുള്ള വീഡിയോ കണ്ടാൽ മതി. അങ്ങനെ വണ്ടി ശരിയാക്കി അവരവിടെ നിന്ന് യാത്രയായി പരിപാടിയുള്ള സ്ഥലത്തെത്തി. ഷേളിയെ സ്വീകരിക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും വളരെ മഹത്തായിട്ടുള്ള രീതിയിലാണ്. അങ്ങനെ കഴിക്കാനായി ഒരു വലിയ ഭക്ഷണ വിരുന്ന് തന്നെ അവർ ഒരുക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞാലാണ് മ്യൂസിക് ഷോ നടക്കാനായി പോകുന്നത്. പരിപാടിയെല്ലാം വളരെ മനോഹരമായി തന്നെയാണ് നടക്കുന്നത്. അവിടെ ഷേളിയുടെ മ്യൂസിക് ഇഷ്ടപ്പെടാത്തതായി ആരും തന്നെ ഇല്ല. 3-ാം വയസ്സ് മുതലാണ് ഷേളി ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. പിന്നെയാണ് അവിടുന്ന് വളരുന്നതും ഈ ഒരു നിലയിൽ എത്തുന്നതെല്ലാം. എന്നാൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് മൂത്രമൊഴിക്കാനായി ടോയ്ലറ്റിലേക്ക് ചെല്ലുന്ന നേരം അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് എന്ന് പറയും, ഡോക്ടർ ഷേളി, നിങ്ങൾ ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യാനായി പറ്റില്ല, നിങ്ങൾക്ക് പുറത്ത് മറ്റൊന്നുണ്ടെന്നും പറഞ്ഞ് ഒരു പഴഞ്ചൻ ടോയ്ലറ്റ് കാണിച്ചു കൊടുക്കും. ഷേളി പറയും, എനിക്ക് അതിൽ പോകാൻ താല്പര്യമില്ല, എനിക്ക് ഇതിൽ തന്നെ പോയാൽ മതിയെന്ന് പറയുമ്പോൾ അങ്ങേര് സമ്മതിക്കില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് എന്റെ ഹോട്ടലിൽ പോയി വരേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയുടെ കൂടെ മൂത്രമൊഴിക്കാനായി മാത്രം ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങേരാണ് വഴിയിൽ മൂത്രമൊഴിക്കില്ലെന്ന കാര്യം നമുക്ക് നേരത്തെ അറിയാലോ. അങ്ങനെ തിരികെ വന്ന് പരിപാടിയെല്ലാം പൂർത്തിയാക്കി എല്ലാവർക്കും കൈ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയം ടോണി ഷേളിയുടെ കൂടെ ഉണ്ടായിരുന്നവരോട് പറയും, എന്നോടായിരുന്നു അവന്മാരങ്ങനെ പറഞ്ഞെങ്കിൽ ആ ഡൈനിങ് ഹാളിൽ തന്നെ ഞാൻ മൂത്രമൊഴിച്ച് വെക്കായിരുന്നു. എന്നാലും എനിക്ക് മനസ്സിലാവാത്തെ
അങ്ങേര് എങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് അവർക്കെല്ലാം ഷെയ്ക്കാൻഡ് കൊടുക്കുന്നത്? അപ്പോഴാണ് കൂടെയുള്ള ആളുകൾ പറയാ, ഷേളിക്ക് ശരിക്ക് വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ ഓരോ ഷോകൾക്കും ഇവിടുന്ന് കിട്ടുന്നതിനേക്കാളും 3 ഇരട്ടി പണം കിട്ടും. എന്നാൽ ഈ ഒരു ഷോ ഷേളി ചോദിച്ചു വാങ്ങിയതാ. കൂടുതൽ കാര്യങ്ങളൊന്നും അങ്ങേര് പറയില്ല. എന്നാലും ഷേളി എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, അമേരിക്കയുടെ വടക്കൻ ഭാഗങ്ങളിൽ കറുത്ത വർഗ്ഗക്കാർ കൂടുതൽ ബുദ്ധിമുട്ടുന്നില്ല. തെക്കൻ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തെക്ക് ഭാഗത്തുള്ള വെളുത്ത വർഗ്ഗക്കാരുടെ മനസ്സിനെ തന്റെ കഴിവിലൂടെ മാറ്റിയെടുക്കാനായി പറ്റുമെന്ന് വിശ്വസിച്ചാണ് ഷേളി ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ഹീറോ ഭാര്യയ്ക്കായി കത്തെഴുതുന്നതാണ്. ഈ സമയം ഷേളി പറയും, കത്തെഴുതുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല എഴുതണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്ന പോലെ എഴുതുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ സമ്മതിക്കും. അങ്ങനെ ഷേളി പറഞ്ഞു കൊടുക്കും, ഡിയർ ഡൊളോറസ്. ഹീറോയുടെ ഭാര്യയുടെ പേരാണ് ഡൊളോറസ്. എന്നാൽ ഹീറോ നേരത്തെ ഡിയർ എന്ന് എഴുതിയിരുന്നതിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. DEAR എന്ന് എഴുതേണ്ടതിന്റെ പകരം DEER എന്നായിരുന്നു എഴുതിയിരുന്നത്. അതെല്ലാം ഷേളി മാറ്റിക്കും. ഡൊളോറസ്, അയോവയിലെ ഭംഗിയുള്ള വയലുകളും പുൽമേടുകളും ആകാശവും കാണുമ്പോൾ എനിക്ക് നിന്നെയാണ് ഓർമ്മ വരുന്നത്. നമ്മൾ ആദ്യമായാണ് ഇത്രയും അകന്നു നിൽക്കുന്നത്. ഈ ഒരു സമയം എനിക്ക് നിന്നെ കണ്ട ആദ്യ ദിവസമാണ് ഓർമ്മ വരുന്നത്. ഈ ഒരു സമയം നീ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെല്ലാം പറഞ്ഞ് വളരെ മനോഹരമായാണ് ആ കത്ത് ഷേളി പറഞ്ഞു കൊടുക്കുക. ഈ കത്ത് കിട്ടുന്ന ഭാര്യയാണെങ്കിലും ഇതെല്ലാം വായിച്ച് വളരെ സന്തോഷവതിയായിരിക്കുകയാണ്. അവൾക്ക് ഈ കത്ത് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മുടെ ആൾക്കാർ വീണ്ടും യാത്രയായി ഇപ്പൊ ജോർജിയയിലെത്തി. അങ്ങനെ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയാണേൽ റഗ്ബിയെ കുറിച്ചെല്ലാം വലിയ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത് ഷേളിക്ക് വലിയ ബുദ്ധിമുട്ടാണ്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് തൊട്ടടുത്തുണ്ടായിരുന്ന കടയിൽ ഒരു കോട്ടൺ സ്യൂട്ടും കാണുന്നത്. ഷേളി ധരിച്ചിരിക്കുന്ന കോട്ടൺ സ്യൂട്ടും പോലെയുള്ള കോട്ട അല്ല അത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കൂടിയ ഇനമാണ്. എന്നാൽ ഇതുപോലെ കടയിൽ കയറുന്നത് ഒരു കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് തന്നെ ഷേളിക്ക് വലിയ ഇഷ്ടമല്ല. എന്നാൽ ഹീറോ, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലേ, എന്നാൽ ഇട്ട് നോക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും കൊണ്ട് അകത്തേക്ക് ചെല്ലും. എന്നാൽ ഈ കോട്ട് ഷേളിക്കാണെന്ന് മനസ്സിലാകുമ്പോൾ കടക്കാരൻ കൊടുക്കില്ല. നിങ്ങളിത് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇടാനായി പറ്റൂ എന്നാണ് പറയാ. അതായത് വെള്ളക്കാർക്ക് ട്രയൽ ചെയ്യാനായി പറ്റും, കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് ട്രയൽ ചെയ്യാനായി പറ്റില്ല. വാങ്ങിച്ചിട്ട് അത് ഇട്ട് നോക്കണം, അത്ര മാത്രമേ പറ്റൂ. ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഷേളി ഒരക്ഷരം പോലും മിണ്ടാതെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും. ഹീറോക്കും കാര്യം മനസ്സിലായി, തൊട്ടു പിന്നാലെ ചെല്ലും. അതുകൊണ്ട് അന്നത്തെ മ്യൂസിക് ഷോയിൽ കുറച്ചുകൂടെ പ്രഷറോട് കൂടെയാണ് ഷേളി മ്യൂസിക് എല്ലാം വായിക്കുന്നത്. നല്ല വിഷമവും ദേഷ്യവും എല്ലാം ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ അന്ന് രാത്രി ഹീറോ റൂമിൽ ഇരിക്കുമ്പോഴാണ് പോലീസിൽ നിന്നൊരു കോള് വരുന്നത്. നിങ്ങളുടെ ഷേളിയെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, തിരിച്ചു കൊണ്ടുപോകണേല് ഇങ്ങോട്ട് വായോന്നും പറഞ്ഞുകൊണ്ട്. ഹീറോ ചെന്ന് നോക്കുന്ന നേരം ഷേളിയെയും കൂടെ തന്നെ ഒരു വെള്ളക്കാരനെയും അവിടെ വസ്ത്രമില്ലാതെ ഇരുത്തിയിരിക്കുക. സംഗതി എന്താന്ന് വെച്ചാ ഷേളി ആളൊരു ഗേ ആണെന്നാണ് തോന്നുന്നത്. സംഭവം എന്താന്ന് വെച്ചാ അവരെ 2 പേരെയും ഒരു റൂമിൽ നിന്നാണ് പോലീസുകാർ പിടിച്ചത്. അതും ഈ ഒരു അവസ്ഥയിൽ തന്നെ ആയിരുന്നു എന്നാണ് അവര് പറയുന്നത്. ഹീറോ വേറൊരു വഴിയില്ലാതെ, ഞാനിന്ന് സിറ്റി കൂടെ പോകുന്നേരം ഒരു കടയിൽ നല്ലൊരു കോട്ട് കണ്ടു, നിങ്ങൾക്ക് 2 പേർക്കും ആ കോട്ട് വാങ്ങാനായുള്ള കാശ് ഞാൻ തരാം, നിങ്ങൾ അതും ധരിച്ച് ഒരു ലീവ് എടുത്ത് കെട്ടികളുടെ കൂടെ പുറത്തിറങ്ങി അവൾ ചോദിക്കുന്ന സാധനം എല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിക്കറങ്ങ്. ചുരുക്കി പറഞ്ഞ കൈക്കൂലി കൊടുത്തപ്പോഴാണ് ഷേളിയെ പുറത്തേക്ക് ഇറക്കാനായി പറ്റിയേ. എന്നാൽ ഷേളി പറയും, ആ 2 എണ്ണത്തിനും നീ കാശ് കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നാൽ ഹീറോ പറയും, ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്നതിന് നീ എന്നോട് അങ്ങനെ തന്നെ പറയണം. എന്നാൽ ഷേളി പറയും, ഈ പരിപാടിയെല്ലാം മുടങ്ങിയാൽ നിനക്ക് കിട്ടേണ്ട കാശ് ബാക്കി പാതി കാശ് കിട്ടില്ല എന്നതുകൊണ്ടല്ല നീ ചെയ്തേ, അല്ലാതെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലല്ലോ. അതിന് ഹീറോ, ഈ ഒരു അവസ്ഥയിൽ നിന്നെ നാട്ടുകാരെല്ലാവരും കണ്ടിരുന്നതിൽ നിന്റെ കരിയർ തന്നെ ഇല്ലാതാവുമായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ നിന്നെ രക്ഷിച്ചു കൊണ്ടുവന്നേ, അതുകൊണ്ട് കുറച്ച് ബഹുമാനമൊക്കെ എന്നോടാവാ. അന്നേരാണ് ഷേളി പറയാ, ഈ ഒരു കാര്യത്തിന് നിനക്ക് ഇഷ്ടമുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അതായത് നമ്മൾ നേരത്തെ സംശയിച്ച പോലെ ഷേളി ആളൊരു സുവർഗാനുരാഗിയാണ്. അതുകൊണ്ട് ആരും അറിയാതെ ഇതുപോലൊരു പരിപാടി ചെയ്തതായിരുന്നു, പക്ഷെ പിടിക്കപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസം ഷോ അവതരിപ്പിക്കാൻ അവരടുത്ത സ്ഥലത്തെത്തി. ഷേളിയുടെ മുഖത്താണെങ്കിൽ ഇടികൊണ്ടതിന്റെ പാടൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. പാട് കാണാതിരിക്കാനായി ഞാൻ മേക്കപ്പ് കൊണ്ടുവരണേല് അങ്ങനെയാവാന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ കാര്യമാക്കില്ല. പുറത്തിറങ്ങുമ്പോഴാണ് ടോണിയുടെ നാട്ടിലെ 2 കൂട്ടുകാർ അവിടെ നിൽക്കുന്നത്. ഷേളിക്കായി ജോലി ചെയ്യാനായി വന്നതാന്ന് പറയുമ്പോൾ അവര് പറയും, നീ എന്തിനാടാ ഇവനൊക്കെ ജോലി ചെയ്യാനായി വരുന്നത്, പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ ശരിയാക്കി തരില്ലേ. എന്തായാലും ഇന്ന് രാത്രി 8 മണിക്ക് നീ താഴെയുള്ള ബാറിലേക്ക് വാ, നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഞാൻ നിങ്ങളോട് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവിടുന്ന് പോരും. അന്ന് രാത്രി കൂട്ടുകാരോട് സംസാരിക്കാനായി പുറത്തേക്കിറങ്ങുന്ന ഹീറോയെ കാണാനായി ഷേളി അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരെ കാണാനായി പോവാന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ പുതിയൊരു ജോലി വാങ്ങിക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ജോലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരിക്കലും എന്നെ വിട്ടുപോകല്ലേ. എൻ്റെ യാത്രാ മാനേജറായി നിങ്ങളെ മാറ്റുവാനും ഞാൻ വിചാരിക്കുന്നുണ്ട്. കൂടെ നിങ്ങളുടെ ശമ്പളവും ഞാൻ ഉയർത്താം. എന്നാൽ ഹീറോ പറയും, നിങ്ങളെന്തൊക്കെയാ പറയുന്നത്, നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ചെയ്യാനായി എന്നെ കിട്ടില്ല. ആഴ്ചയിൽ $125, അതാണ് നമ്മുടെ കരാറ്. അതിയൊരു മാറ്റം വരാനായി പോകുന്നില്ല.
പിന്നെ ഞാൻ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നത് പുതിയ ജോലി വാങ്ങിക്കാനൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയാണ് വരുന്നത്. ഞാൻ ഉണ്ടാവില്ല എന്ന് പറയാനാണ്. നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അന്നേരം ഷേർലി പറയും, ഇന്നലെ രാത്രി ഉണ്ടായതിനെല്ലാം സോറി. പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേന്ന് രാവിലെ ഷേർലിയും ഹീറോയും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതാണ്. ഡോക്ടർ ഡൊണാൾഡ് ഷേർലിയുടെ അമ്മ പണ്ട് പിയാനോ ഒക്കെ വായിക്കാറുണ്ടായിരുന്നു. അമ്മ വായിക്കുന്നത് കണ്ടാണ് ഷേർലിയും പിയാനോ വായിക്കുന്നത്. അങ്ങനെ 3-ാം വയസ്സിലെ നല്ലപോലെ വായിക്കാനെല്ലാം തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷേർലിയുടെ കഴിവ് കണ്ട് ആരോ ഒരാള് ഷേർലിക്ക് മുന്തിയനം പിയാനോ വാങ്ങിച്ചു കൊടുക്കുന്നത്. അതിൽ പഠിച്ചാണ് ഷേർലി ഇവിടം വരെ എത്തുന്നത്. ശരിക്കും അങ്ങനെ പഠിച്ചത് ക്ലാസിക്കൽ പിയാനോ ആണ്. അതായത് ബ്രാംസ്, ഫ്രാൻസ് ലിസ്റ്റ്, ബീത്തോവൻ, ഷോപ്പിൻ അങ്ങനെ വലിയ വലിയ ആളുകളൊക്കെ ചെയ്യുന്ന പോലെയുള്ള ക്ലാസിക്കൽ പിയാനോ ആണ് ഷേർലി പഠിച്ചത്. പക്ഷെ അമേരിക്കയിൽ ഒരു നീഗ്രോ, അതായത് കറുത്ത വർഗ്ഗക്കാരൻ ഇതുപോലെയുള്ള ക്ലാസിക്കൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തൻ്റെതായ രീതിയിൽ മറ്റൊരു വഴിയാണ് ഇപ്പൊ ഷേർലി ചെയ്യുന്നത്. അതുകൊണ്ട് ഹീറോ പറയും, നിങ്ങൾ ക്ലാസിക്കൽ മ്യൂസിക് ചെയ്താൽ വിജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല, ഞാൻ എനിക്ക് തോന്നിയ കാര്യം പറയാണ്. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന പോലെ നിങ്ങളുടേതായ രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഭംഗി. നിങ്ങൾ നിങ്ങളായിരിക്കുക. അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും ഭംഗി വരുന്നത്. ഇത് കേൾക്കുന്ന ഷേർലിക്കും വലിയ സന്തോഷമായി. ഈ സമയം ഹീറോയുടെ വീട്ടിലാണെങ്കിൽ ഹീറോ അയച്ചു കൊടുക്കുന്ന കത്തുകളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അളിയന്റെ ഭാര്യക്കും ചേട്ടന്റെ ഭാര്യക്കും എല്ലാവർക്കും ഈ കത്ത് വലിയ ഇഷ്ടമായി. ഈ സമയം കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചിരുന്ന് പറയും, നമ്മുടെ മുത്തച്ഛന്റെ 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 മുത്തച്ഛൻ ലിയാനോഡോ ഡാവിഞ്ചി ആണെന്ന് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടായിരിക്കാം ടോണി ഇത്ര നന്നായി കത്തല്ല എഴുതുന്നത്. ഈ സമയം ഇവിടെ പരിപാടികളെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വീണ്ടും യാത്ര ചെയ്യുന്നു, അടുത്ത സ്ഥലത്തെത്തുന്നു, പരിപാടികൾ നടത്തുന്നു. അതിന്റെ ഇടയിൽ വഴിയിലൊക്കെ വെച്ച് വെളുത്തവര് ഇതെന്താ ഒരു കറുത്ത വർഗ്ഗക്കാരനെയും കൊണ്ടൊരു വെളുത്തവൻ പോകുന്നതെന്ന് നോക്കുന്നുണ്ട്. എന്നാൽ ടോണി അവർക്ക് ഒരു പ്രത്യേക വിരൽ കാണിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് അവരുടെ യാത്ര പോകുന്നത്. അങ്ങനെ അവര് മിസിസിപ്പി, ലൂസിയാന, മിസിസിപ്പിയിലെ ജാക്സൺ അങ്ങനെ പല സ്ഥലങ്ങളിലും പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞു. അന്ന് രാത്രി അവര് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടു പിന്നാലെ പോലീസുകാർ വന്ന് വണ്ടി സൈഡാക്കാനായി പറയാ. വന്നിരിക്കുന്നവര് വണ്ടിയുടെ ബുക്കും പേപ്പറും ഐഡിയും ചോദിക്കും. ഹീറോ എടുത്തു കൊടുക്കും. അതെല്ലാം ശരിയായി. പക്ഷെ തൊട്ടു പിന്നെ ഇരിക്കുന്ന ഒരു നീഗ്രോയെ പോലീസുകാരന് തീരെ ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ അങ്ങേരുടെ ID കാർഡ് വേണമെന്ന് കൂടെ പറയും. എന്നാൽ ഹീറോ പറയും, അങ്ങേരെ പുറത്തിറക്കല്ലേ, രാജ്യത്തെ ഏറ്റവും മികച്ച പിയാനിസ്റ്റുകളിൽ ഒരാളാണ് അങ്ങേര്. അങ്ങേരെ പുറത്തിറക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറയൂ, കാര്യം ഞാൻ ചെയ്യാലോ. എന്നാ വഴിയില്ല, ഷേർലിക്ക് കൂടെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. ഈ സമയം പോലീസുകാരൻ ചോദിക്കും, നിനക്കെന്താ അവന്റെ കാര്യത്തിൽ ഇത്രക്കങ്ങ് വേവലാതി? ഇനിയിപ്പോ നീയും ഒരു പാതി നീഗ്രോ ആണോ? അപ്പൊ തന്നെ കൊടുക്കും ഒരു ഒറ്റ ഇടി. സംഗതി എല്ലാം കയ്യിൽ നിന്ന് പോയി. പിന്നെ അവര് രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലെ ജയിലാണ് ഇരിക്കുന്നത്. ഷേർലി ഉറക്കെ വിളിച്ചു പറയും, ഇങ്ങേരെ ജയിലാക്കിയതിനൊരു കാരണമുണ്ട്. എന്നാൽ എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്നെ പറഞ്ഞയച്ചൂടെ? എന്നാൽ വെളുത്ത നിറമില്ലാത്തതുകൊണ്ട് ഷേർലി പറയുന്ന അവര് മെയിൻ ചെയ്യക്കൂടെ ഇല്ല. എന്നാൽ ഷേർലി പറയും, എനിക്ക് എന്റെ വക്കീലുമായി സംസാരിക്കണം. ഈ ഗവൺമെന്റ് അതിനുള്ള അവകാശം തരുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം പറയുന്ന നേരം പോലീസുകാരും ചെയ്തു കൊടുക്കാമെന്ന് വിചാരിക്കും. കാരണം അതുപോലൊരു നിയമമുണ്ട്. അങ്ങനെ ഷേർലി പോയിട്ട് ആരെയോ വിളിച്ച് വീണ്ടും ജയിലിൽ വന്നിരിക്കും. ടോണിയോട് പറയും, ഇതുപോലെ മുൻകോപവും വെച്ച് ഒരിക്കലും ജീവിക്കാനായി പറ്റില്ല. ഇപ്പൊ നീ കണ്ടില്ലേ, നീ ഇടിച്ച പോലീസുകാരൻ സന്തോഷത്തിൽ അവിടെ ഇരിക്കുകയാണ്. നീയാണെങ്കിലോ ഈ സെല്ലില്. നമ്മുടെ ഈ ഒരു ഷോ മിസ്സായാല് അത് എത്രത്തോളം നഷ്ടമുണ്ടാക്കുമെന്ന് നിനക്കറിയോ? അത് കേൾക്കുന്ന ഹീറോ പറയും, എനിക്കും നഷ്ടമുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല. ഈ സമയമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഗവർണർ വിളിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ അവരെല്ലാവരും ഒന്ന് അമ്പരക്കും. അതായത് ഷേർലിക്ക് വേണ്ടിയാണ് ഗവർണർ വിളിക്കുന്നത്. എന്നാൽ ഗവർണർ വിളിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ എഫ് കെന്നഡിയാണ്. പോലീസുകാരെല്ലാവരും ഞെട്ടും. കൂടെ തന്നെ നമ്മുടെ ടോണിയും ഞെട്ടും. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാണ് ഷേർലിയെ പുറത്തിറക്കാനായി പറഞ്ഞിരിക്കുന്നത്. ഷേർലിയെ മാത്രമല്ല, കൂടെ തന്നെ ഹീറോയെയും പുറത്തിറക്കും. അങ്ങനെ അവർ വീണ്ടും യാത്രയാവുന്ന നേരം ഹീറോക്ക് വലിയ സന്തോഷമാണ്. ജോൺ എഫ് കെന്നഡിയൊക്കെ ഷേർലിയെ വിളിച്ചല്ലോ എന്നുള്ള സന്തോഷം. എന്നാൽ ഷേർലിക്കാണെങ്കിൽ അത്രക്കങ്ങ് സന്തോഷമില്ല. അതായത് ഇതുപോലൊരു ആവശ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ പ്രസിഡന്റിനെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചത് അങ്ങേർക്ക് വലിയ വിഷമുണ്ടാക്കി. എന്നാൽ ഹീറോ പറയും, നിങ്ങൾ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല, അതിനൊക്കെ വേണ്ടിയാണ് ഗവൺമെന്റ് അവർക്ക് കാശ് കൊടുക്കുന്നത്. എന്നാൽ ഷേർലി, ഗവൺമെന്റ് അങ്ങേർക്ക് കാശ് കൊടുക്കുന്നത് എന്നെ പുറത്തിറക്കാനല്ല, അങ്ങേരും അങ്ങേരുടെ സഹോദരനും കൂടെ ഈ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഇതുപോലെ ഒരു പട്ടി കാട്ടി വെച്ച് എന്നെ പുറത്തിറക്കാനായി ഞാൻ അങ്ങേരോട് സഹായം ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ ആ പോലീസുകാരനെ ഇടിച്ചത് ഒരിക്കലും ശരിയായില്ല. പിന്നെ നിങ്ങളെക്കുറിച്ച് അങ്ങേര് അങ്ങനെ പറയുന്ന നേരം ഞാൻ നോക്കി നിൽക്കണോ? അതിന് ഷേർലി, നിങ്ങളെ അങ്ങേര് പാതി നീഗ്രോ എന്ന് വിളിച്ചതിനല്ലേ ഇടിച്ചേ, അല്ലാതെ എനിക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ. ഞാനൊക്കെ ചെറുപ്പം മുതലേ അതുപോലെയുള്ള വാക്കുകൾ എത്രയോ കേട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഒരു രാത്രിയെങ്കിലും അത് കേൾക്കുന്നതിൽ ഒരു കുഴപ്പമില്ലായിരുന്നോ? അതിന് ഹീറോ, ഞാനൊരു കറുപ്പല്ലെന്ന് വെച്ച് അങ്ങേര് എന്നോട് അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്യാതിരിക്കണോ? സത്യം പറഞ്ഞാൽ നിങ്ങളല്ല കറുപ്പ്, ഞാനാണ്. നിങ്ങൾക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ നാട്ടിൽ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾ വലിയ മണിമാളികയിൽ ആഡംബരത്തോട് ജീവിക്കുന്നു. ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഷേർലി ഇടയിൽ കയറും. നിങ്ങൾക്കറിയോ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന്? നിങ്ങൾക്ക് പോലും നിങ്ങളെക്കുറിച്ച് അറിയില്ല. അതിന് ഹീറോ, എനിക്ക് എന്നെക്കുറിച്ച് നല്ലപോലെ അറിയാം. എനിക്കൊരു അച്ഛനുണ്ടായിരുന്നു, ഒരമ്മയുണ്ടായിരുന്നു, ഒരു സഹോദരനുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊരു ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. ദിവസം മുഴുവനും ടേബിളിൽ ഭക്ഷണം എത്തിക്കാനായി ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയം നാട് മുഴുവനും നിങ്ങൾ സംഗീത കച്ചേരികൾ നടത്തി
പണക്കാരുടെ കൂടെയാണ് ജീവിക്കുന്നത്. എൻ്റെ ജീവിതമാണെങ്കിൽ കഷ്ടപ്പാട് നിറഞ്ഞതും ചെറുതും, അതുകൊണ്ട് നിങ്ങളെക്കാളും ഇരുണ്ട ജീവിതമാണ് എൻ്റെ ജീവിതം. എന്നാൽ ഹീറോ ഈ പറഞ്ഞ കാര്യം ഷേർലിക്ക് തീരെ അങ്ങ് ഇഷ്ടാവില്ല. പെട്ടെന്ന് തന്നെ കാറ് നിർത്താനായി പറയും. ഹീറോ നിർത്തില്ലെങ്കിലും നിർത്തിക്കും. അങ്ങനെ അങ്ങേര് പുറത്തിറങ്ങി പോവാണ്. തൊട്ടു പിന്നാലെ ഹീറോ ഓടിച്ചെന്ന് നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്, പെട്ടെന്ന് തന്നെ കാറിലേക്ക് വാന്നു പറഞ്ഞ് പിടിക്കുന്ന നേരം ഷേർലി ആകെക്കൂടെ ദേഷ്യത്തിലും സങ്കടത്തിലും സംസാരിക്കും. അതെ, ഞാൻ ആഡംബരത്തില് മണിമാളികയിൽ തന്നെയാണ് താമസിക്കുന്നത്, പക്ഷെ ഒറ്റയ്ക്കാണ്. വലിയ സംസ്കാരമുള്ളവരാണെന്ന് അറിയിക്കാൻ വെളുത്തവര് കാശുകാരനെ പരിപാടികൾക്കായി വിളിക്കും. എന്നാൽ പരിപാടി കഴിഞ്ഞ് സ്റ്റേജ് വിട്ട് പുറത്തിറങ്ങിയാൽ ഞാൻ വെറും ഒരു നീഗ്രോ മാത്രമാണ് അവർക്ക്. അതാണ് അവരുടെ യഥാർത്ഥ സംസ്കാരം. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഞാനല്ല കറുപ്പ് നിങ്ങളാണെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ കറുത്തവനുമല്ല വെളുത്തവനുമല്ല മനുഷ്യനുമല്ല, പിന്നെ ഞാൻ ആരാണ്? ഇത് കേൾക്കുന്ന ടോണിക്ക് പിന്നെ എന്ത് പറയണമെന്നറിയില്ല. ഷേർലിയാണെങ്കിൽ അത്രയും സംസാരിച്ച് തിരിച്ച് കാറിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. പോകുന്ന വഴിയിൽ ഷേർലിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ നിർത്തണം. പക്ഷേ കറുത്ത വർഗ്ഗക്കാർക്ക് പറ്റുന്ന ഹോട്ടല് ഇവിടുന്ന് കുറേ ദൂരം പോകണം. അതുകൊണ്ട് തന്നെ ഹീറോ പറയും നമ്മൾ ഇനി കാണുന്ന ആദ്യത്തെ ഹോട്ടലിൽ തന്നെ നമുക്ക് റൂം എടുക്കാം, ആരും കാണാതെ നിങ്ങൾക്ക് എൻ്റെ കൂടെ താമസിക്കാന്ന് പറയുമ്പോൾ ഷേർലി പറയും വേണ്ട, ഞാൻ സ്വീകാര്യനല്ലാത്ത ഒരു സ്ഥലത്തും എനിക്ക് റൂം വേണ്ട. അങ്ങനെ ഹീറോ ആ ഗ്രീൻ ബുക്ക് നോക്കി തൊട്ടടുത്തുള്ള ഷേർലിക്ക് പറ്റുന്ന ഹോട്ടലിൽ കൊണ്ടുചെന്ന് നിർത്തും. അന്ന് കിടക്കുന്നതിന് മുന്നേ ഹീറോ ഒറ്റയ്ക്കാണ് കത്തെഴുതുന്നത്. എന്നാൽ ഷേർലി ചെല്ലുന്ന നേരം പറയും ഞാൻ ബഹുമാനമില്ലായ്മ കാണിക്കുകയാണെന്ന് വിചാരിക്കരുത്, കത്തെഴുതാനുള്ള ഗുട്ടൻസ് എനിക്ക് പിടികിട്ടി, ഞാനിപ്പോൾ സ്വന്തമായാണ് എഴുതുന്നതെന്ന് പറയുമ്പോൾ ഷേർലി അത് വാങ്ങി വായിച്ചു നോക്കും. നല്ലപോലെ എഴുതിയിട്ടുണ്ട്. ഡൊളോറസ്, എനിക്ക് നിന്നെ ഒരു വീട് പോലെയാണ് തോന്നുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല വെളിച്ചമുള്ള, എന്നാൽ അകത്തെല്ലാവരും വളരെ സന്തുഷ്ടരായിരിക്കുന്ന ഒരു വീട്. ഇത് കാണുമ്പോൾ തന്നെ ഷേർലിക്ക് മനസ്സിലായി ഹീറോ കത്തെഴുതാനായി പഠിച്ചു. കിടക്കാൻ നേരം ഹീറോ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനൊരു കത്തെഴുതിക്കൂടെ? എന്നാൽ ഷേർലിയും സഹോദരനും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. സഹോദരൻ അറിയാലോ ഷേർലി ആരാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഷേർലിയെ വന്ന് കാണുന്നതിലും അവന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടോ അവനിങ്ങോട്ട് വരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഷേർലി ഇതുപോലെ വലിയ വലിയ മ്യൂസീഷ്യനായി മാറിയപ്പോൾ സ്വന്തവും ബന്ധവും ഒന്നും നല്ലപോലെ കൊണ്ടു നടക്കാനായി പറ്റിയില്ല. ഷേർലി ഈ മ്യൂസിക് എന്നതിലുപരി ആളുകളുടെ മനസ്സ് മാറ്റിയെടുക്കുക, അതായത് വെളുത്തവരുടെ മനസ്സ് മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണല്ലോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പിറ്റേന്ന് അവർക്ക് അവസാനത്തെ ഷോയാണ്. അതും അലബാമയിലെ ബെർമിംഗ്ഹാമിൽ വെച്ച്. കുറച്ച് വലിയ പരിപാടിയാണ്. 400ഓളം ആളുകൾ കാണാനായി വരുന്ന പരിപാടിയാണ്. നമ്മുടെ ആൾക്കാർ എത്തുമ്പോൾ തന്നെ നല്ല സ്വീകരണമൊക്കെയാണ് കൊടുക്കുന്നത്. മാനേജർ അവരെ രണ്ടുപേരെയും അകത്തേക്ക് കയറ്റി പറയും ഡോക്ടർ ഡൊണാൾഡ് ഷേർലി, നിങ്ങൾ ഞങ്ങളുടെ അതിഥിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അതെന്ത് തന്നെയാണേലും എന്നെ അറിയിക്കണം, ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. എന്തായാലും ഇനി ഷോ തുടങ്ങാനായി 1 മണിക്കൂർ കൂടെ ബാക്കിയുണ്ട്. നിങ്ങൾ വേഗം തന്നെ ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന മുറി ഒരു ചെറിയ മുറിയാ. അതായത് ഹോട്ടലുകളിലെ കിച്ചണിലൊക്കെ ഉണ്ടാവുന്ന ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ടാവില്ലേ, അതുപോലെ ഒരു സ്റ്റോർ റൂമാണ് കാണിച്ചു കൊടുക്കുന്നത്. ഷേർലിയും ടോണിയും അതൊന്നും വലിയ പ്രശ്നമാക്കാനായി നിൽക്കില്ല. ടോണിക്കാണേൽ നല്ലപോലെ വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനായി ചെല്ലും. ഈ സമയം തന്നെയാണ് ഷേർലിയുടെ കൂട്ടാളികളും ഹീറോയുടെ കൂടെ ഭക്ഷണം കഴിക്കാനായി ചെല്ലുന്നത്. ഈ സമയം ടോണി പറയും എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഈ മനുഷ്യൻ എത്രത്തോളം കഷ്ടപ്പെട്ട് എങ്ങനെയാണ് ഇവിടെയെല്ലാം പിടിച്ചു നിൽക്കുന്നത്. അന്നേരം അവര് പറഞ്ഞെടുക്കും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മിസ്റ്റർ കോൾ എന്നുള്ളൊരു പിയാനിസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്കായിരുന്നു വെള്ളക്കാരുടെ ഒരു വലിയ സ്റ്റേജിൽ ആദ്യമായി പെർഫോം ചെയ്യാനുള്ള അനുവാദം കിട്ടിയിരുന്നത്. എന്നാൽ അവിടെ വെച്ച് അങ്ങേര് വായിച്ചിരുന്നത് വലിയ വലിയ പിയാനിസ്റ്റുകളുടെ ക്ലാസിക് മ്യൂസിക് ആയിരുന്നു. എന്നാൽ വെള്ളക്കാരുടെ മ്യൂസിക് ഒരു നീഗ്രോ ഉപയോഗിച്ചത് അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. അന്ന് ആ മിസ്റ്റർ കോളിനെ അവരെല്ലാവരും കൂടെ വലിച്ച് താഴെ ഇറക്കി അടിച്ചോടുകയായിരുന്നു. പിന്നെ കുറച്ച് ദിവസം മുന്നേ നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിച്ചില്ലായിരുന്നോ, അങ്ങേര് ഇതെല്ലാം സഹിച്ച് എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന്? ആളുകളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിവ് മാത്രം പോരാ, മനോബലം കൂടെ വേണം. ഈ സമയമാണ് ഷേർലിയും കൂടെ ഭക്ഷണം കഴിക്കാനായി അങ്ങോട്ട് വരുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വെയിറ്റർ ഷേർലിയെ പിടിച്ചു വെക്കുന്നത് കാണുന്ന ഹീറോക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം വരാനായി പോവാണെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലും. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഷേർലിക്ക് ഇതിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കാനായി പറ്റില്ല. ഹീറോ പറയും നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും, ഇത് ഷേർലിയാണ്, ഇന്ന് ഇങ്ങേരാണ് ഇവിടെ പരിപാടികളെല്ലാം അവതരിപ്പിക്കാനായി പോകുന്നത്. എന്നാൽ ഇത് പറഞ്ഞിട്ടും അങ്ങേര് മാറുന്ന പ്രശ്നമില്ല. ഈ സമയമാണ് ആ മാനേജർ അങ്ങോട്ട് വന്ന് എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുക. ഹീറോ പറയും അതെ പ്രശ്നമുണ്ട്, ഷേർലിക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ലെന്നാണ് ഇങ്ങേര് പറയുന്നത്. മാനേജർ പറയും ഓ സോറി, നിങ്ങളെ വേദനിപ്പിക്കാനായി പറയാന്ന് വിചാരിക്കരുത്. ഈ ബാറിന് ഒരു റൂൾ ഉണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. ഇത്രയും കാലം ഒരു കറുത്ത വർഗ്ഗക്കാരൻ ഇതിനകത്തിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് മിസ്റ്റർ ഷേർലിക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഷേർലിയാണ് ഉറച്ച നിലപാടാണ് ഞാൻ ഇവിടെ നിന്നേ ഭക്ഷണം കഴിക്കുമെന്ന്. ഈ സമയമാണ് അങ്ങേര് പറയാ നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ചെറിയൊരു ഹോട്ടലുണ്ട്, അവിടെ ചെന്ന് ഭക്ഷണം ചോദിച്ചാൽ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അവിടെ പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഉചിതം. കൂടുതൽ പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വെച്ച് ഹീറോ ഷേർലിയോട് പറയും അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പോയി
പോയിരുന്ന് ഭക്ഷണം കഴിച്ചു വരാം, അതല്ലേ നല്ലത്? എന്നാൽ മാനേജറോട് ഷേർലി പറയാ, ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഷോ ഞാൻ അവതരിപ്പിക്കാനായി പോകുന്നില്ല. ഇത് കേൾക്കുന്ന മാനേജർ ചെറുതായി ഒന്ന് പേടിക്കും. 400ഓളം ആളുകൾ ഈ ഒരു പരിപാടി കാണാനായി ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഈ പരിപാടി നടന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അങ്ങേര് ഹീറോയെ വിളിച്ച് കുറച്ച് അകലേക്ക് മാറ്റിക്കൊണ്ടുവന്ന് പറയും, ഇവനെപ്പോലെയുള്ള ആളുകളോടൊക്കെ നിങ്ങളല്ലേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതിന് ഹീറോ, അങ്ങേര് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, അങ്ങേരാണ് ഇവിടെ പരിപാടിയെല്ലാം അവതരിപ്പിക്കാനായി പോകുന്നത്. അങ്ങേർക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ എന്താ കുഴപ്പം? മാനേജർ അന്നേരം ഒരു കഥയാണ് പറഞ്ഞെടുക്കുക. ബോസ്റ്റൺ സെൽറ്റിക് എന്ന് പറഞ്ഞ ഒരു റഗ്ബി ടീം ഈ നാട്ടിലുണ്ടായിരുന്നു. അവർ ഈയിടെയായി ഒരു വലിയ കപ്പടിച്ചു. ആഘോഷങ്ങളായി അവർ ഇതുവഴി പോയപ്പോൾ ഈ ഹോട്ടലിന്റെ മുതലാളി അവരെല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ, ആ ടീമിലെ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. അവൻ എവിടെ ഇരുന്നായിരുന്നോ ഭക്ഷണം കഴിച്ചതെന്ന് ടോണിയോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്ന് പറയും. അങ്ങേരും പറയും, അതെനിക്കും അറിയില്ല, കാരണം അവൻ ഇതിനകത്ത് വെച്ചല്ലായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യേ, ഈ കാശ് കയ്യിൽ വെക്ക്, എന്നിട്ട് കാര്യങ്ങളെല്ലാം അവനെ പറഞ്ഞു മനസ്സിലാക്ക്. നിങ്ങൾ എന്നെ വിലക്കെടുക്കാനായി പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പറയും, നീയൊക്കെ അവന്റെ കൂടെ തന്നെ വന്നില്ലേ, അപ്പൊ തന്നെ നിന്നെയൊക്കെ വിലക്കെടുത്ത് കഴിഞ്ഞു. ഒറ്റ തള്ളിന് അങ്ങനെ ചുമരി കയറ്റും. അന്നേരം ഷേർലി അവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയൊന്നും വേണ്ട ടോണി. ടോണി പറ, ഞാൻ ഈ ഒരു ഷോ ചെയ്യാനായി ഇവിടെ നിൽക്കണമെന്ന് ടോണി പറഞ്ഞാൽ നിൽക്കാം, അല്ലെങ്കിൽ പോവാം. ഹീറോ കാണയില് ഷേർലിയെ അപമാനിച്ചവരോട് നല്ല ദേഷ്യമാണല്ലോ, അതുകൊണ്ട് തന്നെ പറയും, ഷേർലി, അങ്ങനെയാണ് നമുക്ക് ഈ പ്രോഗ്രാം വേണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങാം. മാനേജർ തൊട്ടു പിന്നാലെ വന്ന്, നിങ്ങളെന്താ പറയുന്നത്, പരിപാടി നടത്താൻ പറ്റില്ലെന്നോ? കരാറി പറഞ്ഞ പോലെയല്ലേ എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം കാണുന്ന അവിടെ ഉണ്ടായിരുന്ന കറുത്ത വർഗ്ഗക്കാരായ ജോലിക്കാർക്ക് അതൊക്കെ വലിയ ഇഷ്ടമായി. ഷേർലിയും ഹീറോയും ആണേല് അതൊന്നും മെയിൻ ചെയ്യാതെ കൂടെ വന്നിരുന്ന 2 പേരോടും കാര്യം പറഞ്ഞ് അവിടുന്ന് പോവാണ്. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന നേരം ഷേർലി പറയും, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ, നമുക്ക് തൊട്ടടുത്ത എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാനായി കയറാമെന്നും പറഞ്ഞുകൊണ്ട് കറുത്ത വർഗ്ഗക്കാരുടെ ഒരു ബാറിലേക്കാണ് ചെല്ലുക. അപ്രതീക്ഷിതമായി കോട്ടും സ്യൂട്ടും ധരിച്ച ഒരു കറുത്ത വർഗ്ഗക്കാരനെയും ഒരു വെളുത്ത വർഗ്ഗക്കാരനെയും കാണുന്ന അവരെല്ലാവരും ഒന്ന് ഞെട്ടും. ടോണി ഒരു പോലീസുകാരനാണെന്നാണ് അവരെല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ അതൊന്നും അല്ലാന്നും പറഞ്ഞുകൊണ്ട് അവര് 2 പേരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായി തുടങ്ങി. ഈ സമയം അവിടെ ജോലി ചെയ്യുന്ന ലേഡിയില്ലേ, അവൾ ചോദിക്കും, ഹേയ് മിസ്റ്റർ, നിങ്ങൾ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? എന്നാൽ എന്ത് ജോലിയാണെന്ന് ഷേർലി പറയാനായി മടിച്ചു നിൽക്കുന്നത് കാണുന്ന ഹീറോ പറയും, ഇതാണ് ഡോക്ടർ ഡൊണാൾഡ് ഷേർലി, ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പിയാനിസ്റ്റുകളിൽ ഒരാളാണ് ഇങ്ങേര്. അത് കേൾക്കുന്ന ലേഡി പറയും, ഞങ്ങൾക്കത് കാണിച്ചു തന്നാൽ മതിയെന്ന്. അങ്ങനെ ഹീറോയും പറഞ്ഞതുകൊണ്ട് തന്നെ ഷേർലി അവിടെ വെച്ച് തന്നെ പിയാനോ വായിക്കാനായി പോവാണ്. എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. ഷേർലി അങ്ങനെ സമാധാനപരമായി പോയിരുന്ന് വളരെ മനോഹരമായ ഒരു പിയാനോ മ്യൂസിക് അവിടെ വായിക്കും. ഇതൊരു വിജൃംഭിച്ച മ്യൂസിക്കാ. അത് കേൾക്കുന്ന എല്ലാവരും അത് കേൾക്കാനായി വന്നിരിക്കുകയാണിപ്പോൾ. അങ്ങനെ കുറച്ചു നേരം വായിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്കെല്ലാവർക്കും അത് പെരുത്തി ഇഷ്ടമായി. ഹീറോയാണെ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന അവിടെ പാട്ട് പാടിക്കൊണ്ടിരുന്ന ആദ്യമേ ഉണ്ടായിരുന്ന ടീം ഷേർലിയുടെ കൂടെ അങ്ങ് കൂടിച്ചേരും. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരു വലിയ സംഗീത കച്ചേരിയാ. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് വളരെ ഹാപ്പിയായി സന്തോഷത്തില് ഷേർലി പിയാനോ വായിക്കുന്നത് ഇപ്പോഴാണ്, ആസ്വദിച്ചാണ് വായിക്കുന്നത്. അങ്ങനെ ഒരു വമ്പൻ പെർഫോമൻസ് കഴിഞ്ഞാണ് അവര് 2 പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഷേർലി പറയും, ആഴ്ചയിൽ ഒരിക്കല് ഇതുപോലെ ഫ്രീ ആയി വന്ന് ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് വായിക്കണം, അതെനിക്ക് ഇഷ്ടമായി. കാറിനടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്നാണ് ഹീറോ പിന്നിന്ന് ഗണ്ണെടുത്ത് മേലേക്ക് ടപ്പേന്ന് പൊട്ടിക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ കാറിന്റെ പിന്നിന്ന് 2 പേര് എഴുന്നേറ്റ് ഓടും. സംഗതി എന്താന്ന് വെച്ചാ, നേരത്തെ ബാറിൽ നിന്ന് ഷേർലി കാശെണ്ണെന്ന് 2 പേര് കണ്ടിരുന്നു. അതുകൊണ്ട് അത് കൊള്ളയടിക്കാനായി വന്നിരിക്കുന്ന ആളുകളാ. എന്നാൽ അതും അല്ലാതെ നമ്മൾ മറ്റൊരു കാര്യം ഇപ്പോഴാണ് കാണുന്നത്. ഹീറോയുടെ കയ്യിൽ ശരിക്ക് ഗണ്ണുണ്ട്. നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്ന് കയ്യിൽ ഗണ്ണില്ലായിരുന്നു എന്നാണ്. എന്തായാലും ഷേർലിയും ടോണിയും കൂടെ അപ്പം തന്നെ ന്യൂയോർക്കിലേക്കുള്ള യാത്ര തുടങ്ങി. അതെന്തിനാന്ന് വെച്ചാൽ ക്രിസ്മസിന് മുന്നേ ന്യൂയോർക്കിലേക്ക് എത്തണം. എന്തായാലും പോകുന്ന വഴിയിൽ മഴയെല്ലാം കഴിഞ്ഞ് പിന്നെ പെരും മഞ്ഞാണ്. ആ മഞ്ഞിൽ പോകാനായി നല്ല ബുദ്ധിമുട്ടാ. ഈ നേരം ഷേർലി ഹീറോയോട് പറയും, നീ അവിടെ വെച്ച് മോഷ്ടിച്ചിരുന്നൊരു കല്ലില്ലായിരുന്നോ, ആ കല്ലെടുത്ത് മുന്നിലേക്ക് വെക്ക്, അത് നമ്മൾക്ക് എന്തേലും ഭാഗ്യം തരും. എന്നാൽ നമ്മൾ നേരത്തെ കണ്ടാണ് ഷേർലി അത് ഹീറോയെ കൊണ്ട് തിരിച്ചു കൊണ്ട് വെപ്പിക്കുന്നത്. എന്നാൽ അത് ഹീറോയുടെ കയ്യിൽ തന്നെ ഉണ്ടാകുമെന്ന് ഷേർലിക്ക് ഉറപ്പാണ്. വിചാരിച്ച പോലെ തന്നെ അത് ഹീറോയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഹീറോ അതെടുത്ത് മുന്നിൽ വെക്കും. എന്നിട്ട് ഷേർലിയോട് പറയും, നിങ്ങളൊരു വല്ലാത്ത പ്രാന്തം തന്നെയാണ്. അങ്ങനെ അവർ വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ട് പിന്നാലെ പോലീസുകാർ വരുന്നത്. പുല്ല്, ഇത് അടുത്ത പ്രശ്നം തലയിൽ വെച്ചല്ലോ എന്ന് വിചാരിക്കുമ്പോൾ വന്ന പോലീസുകാർ പറയും, നിങ്ങളുടെ കാറിന്റെ ഒരു ടയർ പഞ്ചറാണ്. അതായത് വന്ന പോലീസുകാർ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ അതിനൊന്നുമല്ല വന്നിരിക്കുന്നത്. അവരുടെ കാറ് പഞ്ചറാന്ന് മനസ്സിലാക്കി അത് മാറ്റാനായി പറയാനായി വന്നതാ. അങ്ങനെ പോലീസുകാരുടെ സഹായത്തോടു കൂടെ അവർ ആ കാറിന്റെ പഞ്ചർ മാറ്റിയെടുക്കും. അങ്ങനെ വീണ്ടും യാത്രയായി.
പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടോണി പറയാ, എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്, എന്റെ കണ്ണൊക്കെ ഹിപ്നോട്ടൈസ് ആവുന്ന പോലെയാണ് തോന്നുന്നത്, എനിക്ക് ഉറങ്ങിയേ പറ്റൂ. ഈ സമയം ടോണിയുടെ വീട്ടിലാണെങ്കിൽ കുടുംബക്കാരെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാനായി എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഭക്ഷണമെല്ലാം പാകം ചെയ്ത് അതെല്ലാം കഴിക്കാനായി പോവാണ്. ഭാര്യയാണെങ്കിൽ കുടുംബക്കാരെല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ സന്തോഷത്തിലാണെങ്കിലും ടോണി ഇല്ലാത്തതിന്റെ ചെറിയൊരു വിഷമം അവളുടെ മുഖത്ത് കാണാനായി പറ്റും. ഈ സമയമാണ് ലോസ് ആഞ്ചലസിലേക്ക്, അതായത് നാട്ടിലേക്ക് നമ്മുടെ ടീം എത്തുന്നത്. എന്നാൽ ഇപ്പൊ കാർ ഓടിക്കുന്ന ഹീറോയല്ല, അത് ഷേളിയാണ്. ടോണിയുടെ വീടിന് തൊട്ടു മുന്നിലെത്തുന്ന നേരം ഷേളി ഇറങ്ങി വിളിക്കും, ടോണി നിങ്ങളുടെ വീട്ടിലെത്തി, നിങ്ങൾക്ക് വീട്ടുകാരെ എല്ലാവരെയും കാണണ്ടേ, പെട്ടെന്ന് തന്നെ എഴുന്നേൽക്ക്. അങ്ങനെ ടോണി പുറത്തിറങ്ങുന്ന നേരം ഷേളിയാണേല് പോകാനായി നിൽക്കാണ്. നമ്മുടെ ആള് പറയും, ഷേളി നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വാ, നിങ്ങൾക്ക് എന്റെ വീട്ടുകാരെ എല്ലാവരെയും കാണണ്ടേ. എന്നാൽ അങ്ങേര് അതിന് താങ്ക്സും പറഞ്ഞ് മേരി ക്രിസ്മസും പറഞ്ഞുകൊണ്ട് കാറി കയറി പോവാണ്. ഷേളി അങ്ങനെ ചെയ്യുമെന്ന് ഹീറോ വിചാരിച്ചില്ല. എന്നാൽ ഷേളി ഇനിയും വിളിച്ചിട്ട് കാര്യമില്ലെന്ന് ഹീറോക്കറിയാം. കാരണം ഇത്രയും ദിവസം ഷേളി എന്തൊക്കെയാണ് അനുഭവിച്ചതെന്ന് ഹീറോയും കണ്ടിട്ടുണ്ട്. എന്തായാലും ടോണി വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നേരം വീട്ടിലുണ്ടായിരുന്ന എല്ലാവർക്കും വലിയ സന്തോഷമായി. കുറേ ദിവസം കഴിഞ്ഞാണല്ലോ ഇപ്പൊ ഹീറോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഭാര്യയാണേലും സന്തോഷത്തിൽ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. ഈ സമയം ഷേളിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വീട്ടിലെത്തിയെങ്കിലും വലിയ സന്തോഷമൊന്നുമില്ല. തന്റെ പേഴ്സണൽ സ്റ്റാഫായിട്ടുള്ള അമിത് നിങ്ങളുടെ പെട്ടിയെല്ലാം എടുത്തു വെച്ചോട്ടെ എന്ന് ചോദിക്കുന്ന നേരം ഷേളി പറയും, വേണ്ട അമിത്, നിങ്ങൾ വീട്ടിൽ പോയിക്കോ, നിങ്ങൾ വീട്ടുകാരുടെ കൂടെ ക്രിസ്മസ് എല്ലാം ആഘോഷിക്കുക. നന്ദിയും പറഞ്ഞ് അങ്ങേര് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഷേളി ഒറ്റയ്ക്കാണ്. തന്റെ കൂടെ ആഘോഷിക്കാനോ സന്തോഷങ്ങൾ പങ്കുവെക്കാനോ ഒന്നും ആരുമില്ല. ആകെ കൂടെ കയ്യിൽ ഹീറോ കാറി വെച്ചിരുന്ന ആ പച്ചക്കല്ല് മാത്രമാണുള്ളത്, അതായത് ആ ലക്കി സ്റ്റോൺ, അത് മാത്രമേ ഉള്ളൂ. ഈ സമയം വീട്ടില് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഹീറോയുടെ മുഖം വാടിയിരിക്കുന്ന കാണുമ്പോൾ അളിയൻ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോന്ന്. എന്നാ ഹീറോ ഒന്നും പറയില്ല. അപ്പോഴാണ് അളിയൻ ഹീറോ കടയിൽ പണയം വെച്ചിരുന്ന വാച്ചിലായിരുന്നോ അത് കൊണ്ടുവന്ന് നമ്മുടെ ആളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അതെടുക്കാനായി പറഞ്ഞിരുന്നു. അപ്പോഴാണ് കുടുംബത്തിലെ ഒരു മൂത്താശാരി ടോണിയോട് ചോദിക്കുന്നത്, നീ കൊണ്ടുപോയിരുന്ന കറുമ്പനില്ലായിരുന്നോ, അങ്ങേരാളെങ്ങനെയാ, നിന്നെ ബുദ്ധിമുട്ടിച്ചോ? ടോണി പറയും, അങ്ങേരെ കുറിച്ച് നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങേരെ കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ. ഇത് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി ടോണിയുടെ സ്വഭാവത്തില് എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന്. ഈ സമയമാണ് വാതിലിനാരോ മുട്ടുന്നത്. ചെന്നോക്കുന്നേരം വന്നിരിക്കുന്നത് ആ പണയം വെച്ച കടയിലെ ചേട്ടനില്ലായിരുന്നോ, അങ്ങേരാണ്. കൂടെ തന്നെ ഭാര്യയുണ്ട്. അളിയൻ കടയിൽ വാച്ച് തിരിച്ചെടുക്കാനായി ചെന്നപ്പോ അങ്ങേരെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അങ്ങനെയാണ് അങ്ങേരിപ്പോ വന്നിരിക്കുന്നത്. അവരെ സ്വീകരിച്ച് ടോണി വാതിലടയ്ക്കാനായി ചെല്ലുമ്പോഴാണ് മറ്റൊരു അതിഥി കൂടെ വന്നിരിക്കുന്ന കാണുക. അത് നമ്മുടെ ഷേളിയാണ്. കയ്യിലൊരു ഷാമ്പയിനൊക്കെ പിടിച്ചാണ് വന്നിരിക്കുന്നത്. അങ്ങേരെ കാണുമ്പോൾ തന്നെ ഹീറോ കെട്ടിപ്പിടിക്കും. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും വീട്ടുകാരും കാണുന്നില്ല. അപ്പോഴാണ് ഹീറോ അവരുടെ എല്ലാവരുടെയും മുന്നിലേക്ക് ഷേളിയെ കൊണ്ടുവന്ന് പറയാ, ദേ ഇതാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ ഡൊണാൾഡ് ഷേളി. അത് കാണുന്ന അവരെല്ലാവരും ഒന്ന് തരിച്ചു നിൽക്കാണ്. ഹീറോയുടെ ഈ ഒരു മാറ്റം അവരാരും കണ്ടിട്ടില്ലല്ലോ. ഈ സമയം അളിയൻ പറയും, നിങ്ങളെല്ലാവരും എന്തെങ്കിലും പകച്ചു നിൽക്കുന്നത്, ഡോക്ടർക്ക് ഒരു പ്ലേറ്റ് എടുക്ക്. അങ്ങനെ എല്ലാവരും സന്തോഷത്തിലായി. ഷേളിയും നല്ലപോലെ സന്തോഷത്തിലായി. ഈ നേരത്താണ് ഭാര്യ അങ്ങോട്ട് വരുന്നത്. ഷേളിയെ കാണുമ്പോൾ തന്നെ അങ്ങരുടെ അടുത്തേക്ക് ചെല്ലും. ഷേളിക്ക് മനസ്സിലായി ഇതാണ് ഭാര്യയെന്ന്. നിങ്ങളല്ലേ ഡൊളോറസ്, കുറച്ച് ദിവസത്തേക്ക് നിങ്ങളുടെ ഭർത്താവിനെ എനിക്ക് വിട്ടു തന്നതിന് നന്ദി എന്ന് പറയും. ഈ സമയം ഡൊളോറസ് അവനെ കെട്ടിപ്പിടിച്ചോണ്ട് പറയും, എന്റെ ഭർത്താവിന് കത്തെഴുതാൻ പഠിപ്പിച്ചു കൊടുത്തതിനും നന്ദിയെന്ന്. ഭാര്യയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഷേളിയാണ് ഹീറോക്ക് കത്തെഴുതാനായി പഠിപ്പിച്ചു കൊടുത്തതെന്ന്. അങ്ങനെ അതും പറഞ്ഞോണ്ട് അവരെല്ലാവരും ചിരിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിലെ മറ്റൊരനുഭവം ആസ്വദിക്കാനായി പോകുന്ന ഷേളിയെ കാണിച്ചുകൊണ്ട് ഗ്രീൻ ബുക്ക് എന്ന സിനിമ അവസാനിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നതാണ് യഥാർത്ഥത്തിലെ ഡൊണാൾഡ് ഷേളിയും ടോണി ലിപ്പും. രണ്ടുപേരും 2013 മരിക്കുന്നത് വരെ നല്ല കൂട്ടുകാരായിരുന്നു. അതായത് രണ്ടുപേരും 2013 മരിക്കുന്നത്. ഇതാണ് ടോണിയുടെ ഭാര്യ. എങ്ങനെയുണ്ട് സിനിമ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു കഥ പറയുന്നതിന് മുന്നേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പറഞ്ഞു വന്നാൽ ഈ കഥ നീണ്ട് കുറച്ചധികം മിനിറ്റുകളിലേക്ക് പോകുമെന്ന്. എന്നാൽ അതിലെനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഇത്രയും നല്ലൊരു സിനിമ ഡീറ്റെയിൽഡായി പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.